അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ വരാൻ പോകുന്നു, അത്ര വലിയ ഒരു മഹാൻ വരാൻ പോകുന്നു, അതുകൊണ്ട് ആ ഗോത്രക്കാർ ആരെയും നിങ്ങൾ ചീത്ത പറയരുത് എന്ന് പറയുമ്പോ നമ്മുടെ ഇമാമിനെ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് ആരായിരുന്നു നമുക്കറിയാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ശിഷ്യനായി വന്നപ്പോൾ വളരെ പരിമിതമായ സമയം കൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനേ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നുള്ളൂ. ഈ ഉസ്താദിന് അങ്ങേയറ്റം പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇഷ്ടം വ്യക്തമാക്കാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം. തന്റെ സ്വത്തിനെ രണ്ടായി ഭാഗിച്ചു ഗുരുനാഥൻ മാലിക് റളിയല്ലാഹു അൻഹു. തന്റെ സ്വത്തിനെ രണ്ടായി ഭാഗിച്ചു. ഒരു വിഹിതം തനിക്കും മറ്റേ വിഹിതം തന്റെ ശിഷ്യനായിട്ടുള്ള ഇമാമുന അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അത്രമേൽ ഇഷ്ടമായിരുന്നു ഉസ്താദിന് ശിഷ്യന്. ഉസ്താദുമാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു വരുന്ന എല്ലാ ശിഷ്യരിതാവാറുണ്ട്. ഈ ഒരു ശിഷ്യൻ അങ്ങേയറ്റം ഉസ്താദിന്റെ ആദരവ് പിടിച്ചുപറ്റിയ ആളായിരുന്നു. വലിയ മഹത്വം നിന്നിൽ ഞാൻ ദർശിക്കുന്നു എന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഉസ്താദായിട്ടുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഇമാമിനെ നമുക്ക് ഖിബ്ല എന്ന് പറയാൻ പറ്റുക? അത് ഇപ്പോ ഒരു പക്ഷേ സംഘാടകർ കണ്ടെത്തിയ ഒരു വാക്കായിരിക്കാം. പക്ഷെ അക്കാലത്തെ ഇമാമിനെ അറിയുന്ന ആളുകൾ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇമാമിന്റെ, ഞാൻ ഇനി ഇമാമിന്റെ എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമാണ് ഉദ്ദേശിക്കുന്നത്. ഇമാമിന്റെ ശിഷ്യഗൺ പ്രതിയായല്ലോ മൂന്നാമത്തെ മദ്ഹബിന്റെ ഇമാമായിട്ടുള്ള അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ആ ശിഷ്യനോട് തന്റെ മകൻ ഒരിക്കൽ ചോദിക്കുകയാണ്, പാപ്പാ മകൻ അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു, ഖുൽതു ലി അബി യാ അബതി അയ്യു റജുലിൻ കാന ശാഫിഈ സമിഅതുക തുക്സിറു ദുആ ലഹു. ഇങ്ങനെ ഒരാളെന്നു നിങ്ങൾ ഏതു നേരവും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ, എന്താപ്പ ഇത്ര ഒരു മഹത്വം, എന്താപ്പ ഈ ഷാഫി ഇമാമിന്റെ ഒരു മഹത്വം എന്ന് ചോദിച്ചപ്പോ മഹാനായ ഈ ശിഷ്യൻ മദ്ഹബിന്റെ ഇമാമായിട്ടുള്ള അഹ്മദ് ഇബ്നു ഹംബൽ, മഹാപണ്ഡിതൻ, 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇമാം ഷാഫിയുടെ മഹത്വം എന്താണെന്നാണോ നീ ചോദിക്കുന്നത്? എങ്കിൽ നീ അറിയുക, യാ ബുനയ്യ, പൊന്നുമോനെ, കാന ശാഫിഈ കശംസി ലിദ്ദുനിയ വൽ ആഫിയതി ലിൽ ബദൻ ഫൻളുർ ഹൽ ലിഹാദൈനി മിൻ ഖലഫിൻ ഔ ഇവദ്. ഇമാം ഷാഫി ആരാന്നറിയോ? ഭൂമിക്ക് എപ്രകാരമാണോ സൂര്യൻ, ശരീരത്തിന് എപ്രകാരമാണോ ആരോഗ്യം, അപ്രകാരം നമുക്ക് ആവശ്യമുള്ള ആളാണ്. ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ ഊർജ സ്രോതസ്സാണ് സൂര്യൻ. സൂര്യൻ ഇല്ലാതെ പോയാൽ ഇവിടെ സസ്യലതാദികളൊന്നും മുളക്കൂല. സൂര്യൻ ഇല്ലെങ്കിൽ ഇവിടെ ജീവികൾക്ക് നിലനിൽക്കാൻ കഴിയൂല. ഭൂമി തണുത്തുറഞ്ഞ് ഐസ് കട്ടയായി പോകുമെന്നാണ്. ആ സൂര്യൻ ഭൂമിക്ക് എപ്രകാരമാണോ അതുമാതിരി തന്നെ ശരീരത്തിന് എപ്രകാരമാണോ ആരോഗ്യം, ആരോഗ്യമില്ലാതെ കട്ടിലിൽ കിടക്കുന്ന ഒരു ശരീരത്തിനെ കൊണ്ട് എന്തിനാ ആവുക? അങ്ങനെ ആരോഗ്യമില്ലാത്ത ഒരു ശരീരവും സൂര്യനില്ലാത്ത ഒരു ഭൂമിയും ഷാഫി ഇമാമില്ലാത്ത ഈ മുഹമ്മദ് നബിയുടെ ഉമ്മത്തും ഒരുപോലെയാണ് എന്ന് സ്വന്തം ശിഷ്യൻ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുമ്പോ ഈ ഉമ്മത്തിന്റെ അത്താണിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എപ്രകാരം പ്രപഞ്ചത്തിന്റെ അത്താണിയായിട്ട് സൂര്യനുള്ള പോലെ, ശരീരത്തിന്റെ അത്യാവശ്യമായിട്ട് ആരോഗ്യമുള്ള പോലെ, ഉമ്മത്തിന്റെ നിലനിൽപ്പിന്റെ അത്താണിയും അത്യാവശ്യവുമാണ് മഹാനായ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അത് ശിഷ്യന്റെ പ്രകീർത്തനമാണ്. ഒരിക്കൽ മഹാനായിട്ടുള്ള ഒരു പണ്ഡിതൻ പറയാണ്, ഭൂമുഖത്ത് ആരെങ്കിലും പേനയെടുത്തിട്ടുണ്ടെങ്കിൽ, ഭൂമുഖത്ത് ആരെങ്കിലും മഷിക്കുപ്പി തൊട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവനും ഷാഫി ഇമാമിനോട് കടപ്പാടുണ്ട്. അറിവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ അവർക്കൊക്കെയും നമ്മുടെ ഇമാം ഷാഫിയോട് കടപ്പാടുണ്ട്. ഷാഫി ഇമാമിനോട് കടപ്പെടാതെ ഒരു പണ്ഡിതനും പാണ്ഡിത്യം നേടാൻ സാധ്യമൊന്നുമില്ല അറിയാവുന്ന അവസ്ഥയിലാണ് സമകാലികരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്.
യഹ്യ ഇബ്നു മുഈൻ എന്ന മഹാനായ ഹദീസിന്റെ പണ്ഡിതൻ, അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട്ടിലേക്ക് വരുമ്പോ കാണാൻ സാധിച്ചത് എന്താ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ കൂടെ യാത്രയാക്കാൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാ. ആ സന്ദർഭത്തെ പിന്നീട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അസുഖമായി കിടക്കുന്ന സന്ദർഭത്തിൽ ഗുരുനാഥനായിട്ടുള്ള ഷാഫി ഇമാം സന്ദർശിക്കാൻ വരുന്നു. ശിഷ്യന്മാരോട് അങ്ങേയറ്റം സ്നേഹമുള്ള ആളായിരുന്നു ഷാഫി ഇമാം. വന്നത് ഗുരുനാഥനാണെന്ന് അറിഞ്ഞപ്പോ അസുഖത്തിന്റെ കാര്യമൊക്കെ മറന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് എന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ രണ്ട് കണ്ണിന്റെയും ഇടയിൽ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചു, ചുംബനമർപ്പിച്ചു ബഹുമാനപൂർവം. എന്നിട്ട് അവിടെ സ്വീകരിച്ചിരുത്തി. അസുഖത്തിന്റെ കാര്യമൊക്കെ അതോടെ മറന്നു ഉസ്താദിനെ കണ്ടപ്പോഴേക്ക്. പിന്നെ ഇൽമിയായ ചർച്ച. കുറെ സമയം കഴിഞ്ഞപ്പോ ഷാഫി ഇമാം യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോ പിന്നാലെ പോയി. ഒട്ടകത്തിന്റെ പിന്നാലെ കുറെ ദൂരം നടന്നപ്പോ ഷാഫി ഇമാമിന്റെ മഹത്വം വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു യഹ്യ ഇബ്നു മുഈൻ. അതും കണ്ടുകൊണ്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നപ്പോ ചോദിച്ചു, യഹ്യ ഇബ്നു മുഈൻ എന്നവർ ചോദിക്കാണ്, അല്ല എന്താ ഇത്? ആ അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ പിന്നാലെ താങ്കളെ പോലെ മഹാനായ ഒരാൾ ഇത്ര ദൂരം നടന്നു പോവാന്നൊക്കെ പറഞ്ഞ അത്രയൊക്കെ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ തന്റെ ഉസ്താദിന്റെ മനസ്സിലായിട്ടില്ല യഹ്യ ഇബ്നു മുഈൻ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ എന്റെ കൂടെ ഒട്ടകത്തിന്റെ മറ്റേ പുറത്ത് നിങ്ങൾക്കും വരാമായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു വർക്കത്തോണ്ട് നിങ്ങൾക്ക് വല്ലതും പഠിക്കാമായിരുന്നുവെന്ന്. ഷാഫി ഇമാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ യഹ്യ ഇബ്നു മുഈൻ റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ ഒരുപാട് പഠിച്ചു ഷാഫി ഇമാമിനെ കുറിച്ച്. എന്നിട്ടൊരു പ്രഖ്യാപനം നടത്തി, അറിവ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഷാഫി ഇമാമിന്റെ ഒട്ടകത്തിന്റെ വാല് മുത്തി നടക്കട്ടെ എന്ന്. ഷാഫി ഇമാമിന്റെ ഒട്ടകത്തിന്റെ വാല് മണത്ത് നടന്നോട്ടെ അറിവ് വേണമെങ്കിൽ. ഷാഫി ഇമാമിന്റെ ഒട്ടകത്തിന്റെ വാല് മണത്താൽ പോലും പാണ്ഡിത്യമുണ്ടാകും എന്ന് പറയുന്ന അത്ര വലിപ്പമുണ്ട് അദ്ദേഹത്തിന് എന്ന് പിന്നീട് യഹ്യ ഇബ്നു മുഈൻ റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും വലിയ കൗതുകം ബഹുമാനപ്പെട്ടവരുടെ പാണ്ഡിത്യത്തെക്കുറിച്ച് ശത്രുക്കൾ പോലും പ്രകീർത്തിച്ചു പറഞ്ഞിരുന്നു എന്നതാണ്. ഷാഫി ഇമാം ജീവിച്ച കാലഘട്ടം ഇസ്ലാമിന് ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിട്ട കാലഘട്ടമായിരുന്നു. ഒരു ഭാഗത്ത് ഖവാരിജിയാക്കൾ, മറ്റൊരു ഭാഗത്ത് മുഅ്തസിലികൾ, വേറൊരു ഭാഗത്ത് അലവിയാക്കൾ, ഷിയാക്കൾ, എല്ലാവരും കൂടെ കൂത്താട്ടം നടത്തിയിരുന്ന ദീനിനെ എല്ലാവരും കൂടെ ശിഥിലമാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന ഈ കപ്പലിനെ തീരത്തെ കണക്കാൻ അള്ളാഹു നിയോഗിച്ചയച്ച മഹാനായ പ്രതിഭാശാലിയായ നാവികനായിരുന്നു മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ആ പാണ്ഡിത്യത്തിന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ബിശ്റുൽ മിർരീശി എന്ന മുഅ്തസിലി പണ്ഡിതൻ, കുശാഗ്ര ബുദ്ധിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി എല്ലാവരും അംഗീകരിച്ചിരുന്നു. ഈ മുഅ്തസിലി പണ്ഡിതന്റെ ബിശ്റുൽ മിർരീശി പറയാണ്, ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പറയാണ്, ഭൂമുഖത്തെ സർവ മനുഷ്യരുടെയും ബുദ്ധിയുടെ പാതി ഷാഫി ഇമാമിന് അവകാശപ്പെട്ടതാണ്. ആകെ പ്രവാചകന്മാരല്ലാത്ത എല്ലാവരുടെയും കൂടെ ബുദ്ധി ശേഖരിച്ചു. എന്നിട്ട് അതിനെ രണ്ടു ഭാഗമാക്കിയിട്ട് ഭൂമിയിൽ ആകെയുള്ള ബുദ്ധി പ്രവാചകന്മാരുടേതല്ലാത്ത ആകെയുള്ള ബുദ്ധി എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി അതിനെ രണ്ടു പാതിയാക്കി. ഒരു പാതി മുഴുവനും ഷാഫി ഇമാമിന് അവകാശപ്പെട്ടതാ. ബാക്കി പറയപ്പെട്ട എല്ലാ പണ്ഡിതന്മാരുടെയും ബുദ്ധിരാക്ഷസന്മാരുടെയും കൂടി ബുദ്ധി എന്ന് പറയുന്നത് ബാക്കിയുള്ള പാതി വീതം വെച്ചുകൊടുത്തതാണ്. ഷാഫി ഇമാം അത്ര വലിയ ബുദ്ധിശാലിയായിരുന്നു എന്നാണ്, അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ബുദ്ധിശക്തിയുടെ ഉടമയായിരുന്നു എന്നാണ് ഇമാം അഫ്രാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഹദീസ് പാണ്ഡിത്യത്തിന്റെ മേഖലയെ ഉണർത്തിക്കൊണ്ടുവന്ന പ്രതിഭാശാലിയും ഈ ഷാഫി ഇമാമായിരുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇമാമിനെ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ മഹാനായ പണ്ഡിതൻ എന്നാണ്. അത് ശരിയല്ല. ഇമാം ഷാഫി ഒന്നാമതായിട്ട് ഹദീസ് പണ്ഡിതനാണ്. പിന്നെയാണ് കർമ്മശാസ്ത്രത്തേക്ക് അദ്ദേഹം പതിപ്പിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിലോ അവിടെയും ഒന്നാമനായിരുന്നു എന്നത് മറ്റൊരു കാര്യം. ഇമാം അഫ്രാനി പറയുന്നത് എന്താണെന്നറിയോ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഹദീസ് പണ്ഡിതന്മാരൊക്കെയും ഉറങ്ങുകയായിരുന്നു, അവരെ ഉണർത്തിയത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്ന് ഹദീസ് പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഫിഖ്ഹിന്റെ മസ്അലകളെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യത്തിൽ അവർക്ക് ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിരുന്നു എന്നതാണ്. ഭയങ്കര രസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹദീസ് അപ്പടി പഠിക്കും, മനസ്സിലാക്കും, അറബി ഭാഷ അനുസരിച്ച് അർത്ഥം വെക്കും, അങ്ങനെ അബദ്ധം പറ്റും.
ആ കാലത്തെ എല്ലാ ഹദീസ് പണ്ഡിതന്മാരും വിവരമില്ലാത്ത ആളുകളാണെന്ന് പറയല്ല ഞാൻ. പക്ഷെ അതിന്റെ ഫിഖ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അവർ ഒരുപാട് പിറകിലായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അവർ ഉറങ്ങുകയായിരുന്നു. അവരെ ഉണർത്തിയത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലഹിയാണ്. ഒരു തമാശ ഉണ്ടായ ഒരു സന്ദർഭത്തിൽ മഹാനായ ഇമാം ഷാഫിയുടെ സാന്നിധ്യത്തിൽ യഹ്യ ഇബ്നു മുഹമ്മദ് എന്ന പേരുള്ള ഹദീസ് പണ്ഡിതൻ ഇരിക്കുമ്പോ ഒരു സ്ത്രീ വന്നിട്ട് യഹ്യ ഇബ്നു മുഹമ്മദ് എന്നവരോട് ചോദിക്കാണ്, അതെ, എന്റെ വീട്ടിലെ കിണറ്റില് ഒരു കോഴി വീണ് ചത്തിരിക്കണു, ഇനിയിപ്പോ എന്താ കാട്ടുക? കോഴി ചത്താൽ എന്റെ കിണറ്റിലെ വെള്ളം നജസാകോ ഇല്ലേ? ഫിഖ്ഹ് പറയണല്ലോ. ഇപ്പൊ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന മുത്താലിമീങ്ങൾക്കും മുഅല്ലിമീങ്ങൾക്കൊക്കെ അതിന്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും. അന്നത് പെട്ടെന്ന് കിട്ടൂലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഹദീസിൽ നിന്ന് ഫിഖ്ഹ് പിടിക്കേണ്ടത് എങ്ങനെയെന്ന് അന്ന് അവർ പഠിച്ചിട്ടില്ലായിരുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അവരെ അത് പഠിപ്പിച്ചത് എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഈ സ്ത്രീ ചോദിക്കണം, എന്താ ചെയ്യാം? ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോ ഈ സ്ത്രീ ചോദിക്കാൻ കിണറ്റപ്പെടാറില്ലേ? കിണറ്റ് ഒരു വഴി ചത്തിരിക്കണോ, എന്ത് ചെയ്യും? അപ്പോ യഹ്യ ഇബ്നു മുഹമ്മദ് എന്ന ഹദീസ് പണ്ഡിതൻ എങ്ങനെയാ അത് വീണത് എന്നായിരുന്നു. അതെങ്ങനെയാ പാടി വീണതായിരിക്കും? അപ്പൊ കിണറിന് വിലക്കെടണ്ടേ? നിങ്ങള് വിലയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, അത് എങ്ങനെയാ വീണതാണ് ശരി. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതല്ലേ? കിണറ്റില് കോഴി വീണ നോക്കേണ്ടതല്ലേ? കോഴി വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു കോഴി വീണതിന് ചീത്ത പറയാണ് ഈ സ്ത്രീയെ. അപ്പൊ ഷാഫി ഇമാമിന് മനസ്സിലായി മറുപടി എന്താ പറയേണ്ടതെന്ന് മൂപ്പർക്ക് അറിയില്ല. അതാണ് ഈ കോഴി വീണതിന് ചീത്ത പറയുന്നത്. ഉടനെ ഷാഫി ഇമാം പറഞ്ഞു കൊടുത്തു, എങ്കിൽ അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം 2 കൊല്ലത്തിലേറെ വെള്ളമുണ്ടത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഇപ്പൊ നമുക്കത് കേൾക്കുമ്പോ എന്താ ആ ഹദീസ് പണ്ഡിതന് ആ ഒരു മസല കിട്ടൂലെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഇന്ന് കിതാബിൽപ്പെട്ടല്ലേ, എഴുതിപ്പെട്ടതല്ലേ, ഇങ്ങനെ കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് അത് വലിയ വിവരം തന്നെയാണ്. അത് ഷാഫി ഇമാമാണ് അത്തരം മസലകൾ അവരെ പഠിപ്പിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? നഹാ അനിൽ ഹൽഖി ഖബ്ല സ്വലാത്തി യൗമൽ ജുമുഅത്തി. ത്തിന് മുമ്പ് ഹൽഖ് റസൂലുള്ള നിരോധിച്ചിരിക്കുന്നു. ഹൽഖ് എന്ന് പറഞ്ഞാൽ ഹദീസ് പണ്ഡിതൻ അർത്ഥം വെച്ചത് എന്തായിരുന്നു? മുടി കളയുക. ഈ ഹദീസ് പണ്ഡിതൻ ഇത് മനസ്സിലാക്കിയത് മുടി കളയുക എന്നായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അദ്ദേഹം ഇമാം ഖത്താബി അവറുകൾ പറയാണ്, എന്റെ ഉസ്താദുമാരുടെ കളയൽപ്പാന്റെ മുമ്പ് അദ്ദേഹം മുടി കളയും. എന്താ പറഞ്ഞു? ഹൽഖ പറയും സൂറത്ത് അതാണ് നിരോധിച്ചിട്ടുള്ളത്. എങ്ങനെ വെറും വർത്താനം പറഞ്ഞ ആളുകൾ ഇങ്ങനെ കൂടിയിരുന്ന് വെള്ളിയാഴ്ച ദിവസം ദിക്റുകളും ഔറാദുകളും സലാത്തുമായിട്ട് കഴിഞ്ഞുകൂടേണ്ട സമയം വട്ടം ചുറ്റി ഇരിക്കുന്നത് തെറ്റാണ്, അത് ശരിയല്ല, അത് പാടില്ല എന്ന് പറഞ്ഞതാ. പക്ഷെ ഹൽഖിന് മുടി വടിക്കാൻ അർത്ഥം വെച്ചതോടുകൂടി 40 വർഷമാണ് അങ്ങനെ ഹദീസ് പണ്ഡിതൻ. അതുകൊണ്ടാ പറഞ്ഞത് ഹദീസ് പണ്ഡിതന്മാര് മുഴുവനും ഉറങ്ങുകയായിരുന്നു. അവരെ ഉണർത്തിയത് ഇമാം ഷാഫി. ലോകപ്പെട്ട ഏറ്റവും വലിയ ഒരു സംഭാവന ഹദീസിൽ നിന്ന് ഫിഖ്ഹിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന്. വേറെ ഒരു ഹദീസുണ്ട്, അഖിറു തുയൂർ അലാ മക്കാനതിഹാ. ഹദീസ് പണ്ഡിതന്മാര് ഈ ഒരു ഹദീസ് മനസ്സിലാക്കിയപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താ വാക്കിന്റെ അർത്ഥം? അഖിറു തുയൂറ, അഖിറു തുയൂറ അലാ മക്കാനതിഹാ. തുയൂറ് പക്ഷി, പക്ഷി എന്ന് പറഞ്ഞപ്പോ നമ്മളെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ട്. അഖിറു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിർത്തിക്കോളി എന്നാണ് അർത്ഥം. എവിടെ? അലാ മക്കാനത്തി, അതിന്റെ സ്ഥലത്ത് തന്നെ. കോഴിന്റെ സ്ഥലം ഏതാ? കോഴിക്കോട്. അപ്പൊ ഈ ഹദീസിന് അർത്ഥം വെച്ചാൽ എന്താ വരിക? നിങ്ങൾ കോഴിക്കളെ കൂട്ടുന്ന് വിടരുത് ട്ടോ. അതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അതിന്റെ അർത്ഥം. പക്ഷികളെ അതിന്റെ സ്ഥലത്തുനിന്ന് വിടരുത് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ വിടാതിരിക്കാൻ കാക്ക പാറിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. പിന്നെ നമുക്കാകെ നിയന്ത്രിക്കാനുള്ളത് എന്താണ്? കൂട്ടിലെ കോഴി. കോഴിക്ക് കൂട് തുറന്നു കൊടുക്കരുത്, അത് അതി കിടന്നോട്ടെ എന്നാണ് റസൂലുള്ള പറഞ്ഞു എന്ന് തോന്നിപ്പോവും. ഷാഫി ഇമാം അത് വിശദീകരിച്ചു കൊടുത്തു. ഹദീസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡിക്ഷണറി ഉണ്ടായാൽ മതി, ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഡിക്ഷണറി ഉണ്ടായാൽ മതി എന്നൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ടല്ലോ.
ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുത്തു, ഇത് പക്ഷിശാസ്ത്രം, ലക്ഷണശാസ്ത്രം വെച്ച് പക്ഷിശാസ്ത്രം നോക്കിയിട്ട് ശകുനം നോക്കിയിരുന്ന ഒരു പതിവ് അന്ന് ജാഹിലിയ കാലത്ത് അവർക്കുണ്ടായിരുന്നു. അവര് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പക്ഷി ഇടതുഭാഗത്തേക്ക് പാറിപ്പോയാൽ അത് അവലക്ഷണമാണ്, വലതുഭാഗത്ത് പാറിയാൽ ശുഭനമാണ്. അപ്പോ അവർ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വലിയ ഒരു കാര്യം ഉണ്ടാകും. ആ കാര്യത്തിന് അവർ ഇറങ്ങിപ്പുറപ്പെടുമ്പോ പക്ഷിയൊന്നും പാറുന്നത് കണ്ടില്ലെങ്കിൽ അവരെന്താ ചെയ്യാ? ഏതെങ്കിലും കൂട്ടിലിരിക്കുന്ന പക്ഷിയെ മരം കുലുക്കിയിട്ട് പാറിപ്പിക്കും. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ മരം കുലുക്കി പാറിപ്പിക്കാൻ നിൽക്കണ്ട, തുയൂറ അലാ മക്കാനത്തിയ, അത് അതിന്റെ കൂട്ടിലവിടെ ഇരുന്നോട്ടെ. ഇങ്ങനെ ലക്ഷണം നോക്കണ പരിപാടിയൊന്നും വേണ്ട. അത് ഇടത്തോട്ട് പാറിയാലും വലത്തോട്ട് പാറിയാലും നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഖദറേ വരുള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ മഹാനായ ഇമാമുന ഷാഫിയുടെ വിശദീകരണം ആവശ്യമായിട്ട് വന്നു എന്നതാണ് ഹദീസ് പാണ്ഡിത്യത്തിന്റെ ലോകത്ത് മഹാനായിട്ടുള്ള ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കുശാഗ്ര ബുദ്ധി, ആ ബുദ്ധിയെ ഉണർത്തിക്കൊണ്ട് അപാരമായിട്ടുള്ള ബുദ്ധിശക്തി, ഓർമ്മശക്തി, നല്ല തെളിഞ്ഞ മനസ്സ്, വാചാലമായ നാവ്, ഭാഷാ വൈഭവം, അത് ഗ്രാമറാണെന്നുണ്ടെങ്കിലും സാഹിത്യമാണെന്നുണ്ടെങ്കിലും ഭാഷയിൽ വല്ലാത്ത പാണ്ഡിത്യം. അറബികളുടെ ലബീദിന്റെ കവിതയെ ഞാൻ തോൽപ്പിക്കുമായിരുന്നു. സഹാബിയാണ് ലബീദ് റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു. ലബീദ് റളിയല്ലാഹു അൻഹു കവിയാണ്, കവി ശ്രേഷ്ഠനാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തനം ഏറ്റുവാങ്ങിയ ആളാണ്. ആ മഹാനുഭാവന്റെ കവിത ഞാനൊരു പണിയായി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ലബീദിന്റെ കവിതയേക്കാൾ മഹാത്തരമായിട്ടുള്ള കവിത ഞാൻ രചിക്കുമായിരുന്നു എന്ന് ഇമാമുന ഷാഫി. ദീവാനു ഷാഫി നമുക്ക് വാങ്ങാൻ കിട്ടും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കവിതാ സമാഹാരം ഇന്ന് നമുക്ക് ചന്തയിൽ വാങ്ങാൻ കിട്ടും. ശ്രേഷ്ഠനായ കവിയായിരുന്നു, പക്ഷെ കവിതയെ ജീവിതമാക്കിയില്ല എന്ന് മാത്രം. അത്ര വലിയ ഭാഷാ വൈഭവമുള്ള ആളായിരുന്നു. ആളുകളോട് സംവദിക്കാൻ, മുനാദറ നടത്താൻ, സംവാദപ്പെടാൻ ഒരു പണ്ട് പറയണ്ടായി. കരിങ്കല്ലിന്റെ ഒരു കശുകൊട് ഇത് മരത്തിന്റെ തൂണാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാമോ എന്ന് ഷാഫി ഇമാമിനോട് ചോദിച്ചാൽ അത് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നുവെന്ന്. അത്ര സമർത്ഥന ശേഷിയുള്ള ആൾ. ഈ എല്ലാ ബുദ്ധിയും കൂടി ഞങ്ങൾ കണ്ടപ്പോ ഞങ്ങൾ സമകാലികർ പറയാറുണ്ടായിരുന്നു, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു സംരക്ഷകനായി നിയോഗിച്ചതാണ് ഷാഫി ഇമാമിനെ. അതാണ് ഈ ഉമ്മത്തിന്റെ ഖിബ്ലയാണ് മഹാനായിട്ടുള്ള ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാൻ കാരണം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു ഇത്രയും വലിയ കഴിവുകളോടെ ഖുറൈശിയായ ഈ പണ്ഡിതനെ നിയോഗിച്ചതാണെന്ന് സമകാലികരായ ഞങ്ങൾ പറയാറുണ്ടായിരുന്നുവെന്ന്. നമുക്കറിയാം, ഇന്ന് ഉസൂലുൽ ഫിഖ് മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമ്മു അത് എന്ന വലിയൊരു സംഭവമാണ്. ഈ ഉസൂലുൽ ഫിഖ്ഹിന്റെ സ്ഥാപകൻ നമ്മുടെ ഷാഫി ഇമാമാണ്. റിസാല എന്ന മഹത്തായ ഗ്രന്ഥം അറിയുന്നവർക്കതറിയാം. ഈ വിഷയത്തെ സ്ഥാപിച്ചെടുത്തത്, നിദാന ശാസ്ത്രത്തിന്റെ നയങ്ങളെയും ന്യായങ്ങളെയും നിയമങ്ങളെയും ക്രോഡീകരിച്ചുണ്ടാക്കിയത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായിട്ടുള്ള ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അതുണ്ടായിരുന്നില്ല എങ്കിൽ പലപ്പോഴും പല കാര്യത്തിലും വലിയ പിഴവുകൾ നമ്മുടെ ഉമ്മത്തിന് പറ്റുമായിരുന്നു. അങ്ങനെ അതാണ് സംരക്ഷകനാണ് എന്ന് പറയാൻ കാരണം. അത്രത്തോളം ഫിഖ്ഹിനെ സഹായിച്ചു. ഹദീസ് പാണ്ഡിത്യത്തിന്റെ ലോകത്ത് നിന്നുകൊണ്ട് അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇമാം ഷാഫിയുടെ ഒട്ടകത്തിന്റെ വാല് മുത്തട്ടെ എന്ന്. അതേ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യാ മഅശറൽ ഫുഖഹാ, ഏ കർമ്മശാസ്ത്ര പണ്ഡിതരെ, നഹ്നു സ്വയാദിർ, ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങള് കേവലം മരുന്ന് കച്ചവടക്കാരാണ്. ഞങ്ങൾ കേവലം മരുന്ന് മലമ്പ്രദേശങ്ങളിൽ പോയിട്ട് നാട്ടുവൈദ്യം അറിയുന്ന ആളുകൾ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ പരിച്ചു കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവൂലേ? ഞങ്ങൾ മുഹദ്ദിസീങ്ങൾ എന്ന് പറഞ്ഞ അവർ സ്വയം പറയാണ്, ഞങ്ങൾ വെറും മരുന്ന് പറിക്കാരാണ്. നിങ്ങളാണ് അൻതുമുൽ അത്തിബ്ബ, നിങ്ങളാണ് ഡോക്ടേഴ്സ്, നിങ്ങളാണ് വൈദ്യന്മാർ, നിങ്ങളാണ് ഭിഷഗ്വരന്മാർ. ഞങ്ങൾ മരുന്ന് പറിക്കാർ. ഞങ്ങൾ ഈ മരുന്ന് കൊണ്ടുവരും, അത് ഇന്ന രോഗത്തിന് ഇന്ന രീതിയിൽ ഉപയോഗിക്കണമെന്ന് പറയാൻ കഴിവുള്ളവർ നിങ്ങൾ ഫുഖഹാ ആണ് എന്ന് ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കണ്ടുകൊണ്ട് അവർ പറയായിരുന്നു. അത്ര വലിയ അംഗീകാരം സമകാലികർ തന്നെ കൊടുത്തിട്ടുണ്ട്.
മുതല്ലിമീങ്ങളെ ഉപദേശിച്ചുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കവിത പാടിയത് നമുക്കറിയാം. ഒരു മുതല്ലിമിന് ഉണ്ടാവേണ്ട യോഗ്യത എന്താണെന്ന്. أخي لن تنال العلم إلا بستة سأنبيك عن مجموعها ببياني ذكاء وحرص واصطبار وبلغة وإرشاد أستاذ وطول زماني. എല്ലാ ഗുണങ്ങളും ഈ 6 കാര്യങ്ങളും ഷാഫി ഇമാമും തമ്മിലുള്ള ബന്ധം നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഷാഫി ഇമാമിന്റെ കുശാഗ്ര ബുദ്ധി, ആ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ യോഗ്യതകളും ഒത്തിണങ്ങിയ ഒരാളായിരുന്നു നമ്മുടെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങേയറ്റത്തെ ദക്കാ. ഹദീസിൽ നിന്ന് ഫിഖ്ഹിനെ എങ്ങനെയാണ് ഗ്രഹിക്കലെന്ന് ഹദീസ് പണ്ഡിതന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഈ വിഷയം അറിഞ്ഞപ്പോ ഷാഫി ഇമാം പറഞ്ഞു, നമുക്ക് ഇതിലൊരു മുനാദറ നടത്തണം, ഒരു സംവാദം അന്നത്തെ പതിവായിരുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയോ തകർക്കാൻ വേണ്ടിയോ തനിക്ക് ജയിക്കാൻ വേണ്ടിയോ ആയിരുന്നില്ല. ഷാഫി ഇമാം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ പോലും ഒരാളോടും സംവദിച്ചിട്ടില്ല അദ്ദേഹത്തിന് പിഴക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, സത്യം മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടല്ലാതെ ഞാൻ ഒരിക്കൽ പോലും ഒരാളോടും സംവാദം നടത്തി. ഷാം ചോദിച്ചു തന്റെ ശിഷ്യനോട്, നിസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാകും എന്നാണല്ലോ പറയുന്നത്. നല്ല രസമുള്ള ഒരു ചർച്ചയാണ്. മുതല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ബുദ്ധിപരമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഒരാൾ നിസ്കാരം അയാൾ കാഫിറായി, ഇനി എങ്ങനെ അയാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരിക? പോയാ പോരല്ല, ഇങ്ങോട്ട് വരുവാണല്ലോ. അയാൾക്ക് മുസ്ലിം ആവണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? അപ്പൊ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ മതി. അപ്പൊ ഷാഫി ഇമാം ചോദിക്കാണ്, ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാത്ത ആളല്ലല്ലോ ഇത്, ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിച്ചിട്ടില്ല, നിസ്കാരം ഉപേക്ഷിച്ചിട്ട് കാഫിറാവുന്നല്ലേ പറയണത്. അപ്പൊ എങ്ങനെ ഇസ്ലാമിലേക്ക് വരിക? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ മതി. അതെങ്ങനെ പറ്റുക? ലാ ഇലാഹ ഇല്ലല്ലാഹിലാണല്ലോ അയാളുള്ളത്. തഹ്സീലുൽ ഹാസിലും അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്നാ പിന്നെ അയാള് നിസ്കരിച്ചാൽ മതി. അപ്പൊ ഷാഫി ഇമാം ചോദിച്ചു, അതെങ്ങനെ? കാഫിറല്ല അയാള്, കാഫിറിന്റെ നിസ്കാരം ശരിയാവില്ലല്ലോ. ആള് കാഫിറാണ് നിങ്ങൾ പറഞ്ഞു, നിസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് ആള് കാഫിറായി. ഇനി അയാൾക്ക് ഇസ്ലാമിക്ക് വരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് ഉള്ളത്. ഇനി പുതിയതായിട്ട് ചൊല്ലിയിട്ടൊരു കാര്യമില്ല. പിന്നെന്താ മാർഗം? നിസ്കരിക്കുക. നിസ്കരിച്ചാലും നിസ്കാരം ശരിയാവില്ലല്ലോ, കാരണം ആള് കാഫിറല്ലേ. കാഫിറിന്റെ നിസ്കാരം ശരിയാവില്ലല്ലോ. എന്താ കാട്ടുക? ഒന്നും പറയാനില്ല. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കാര്യം മനസ്സിലായി, തന്റെ വാദം തെറ്റാണെന്ന് മനസ്സിലായി, അവിടെ നിന്നു. വേറെ അധികം വർത്താനങ്ങളൊന്നും ആവശ്യം. ഇത് ശിഷ്യനോട്. എന്നാൽ ഇനി ഉസ്താദിനോട് മുനാദറ നടത്തിയൊരു സംഭവമുണ്ട്. ആരാണ് ഉസ്താദ് അവറുകൾ എന്നറിയോ? ഹസനു ഷൈബാനി, ഇറാഖിലെ ഉസ്താദായിരുന്നു. മഹാനായിട്ടുള്ള ഹസനു ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അങ്ങനെ ഇത് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറെ എതിരഭിപ്രായം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോടൊരു മുനാദറയാണെന്ന് പറഞ്ഞു. ഞാനില്ലായിരുന്നു. ഉസ്താദ് ഉടനെ ഉസ്താദിനോട് പറഞ്ഞു, ഉടനെ ഞാൻ മുനാദർക്ക് ഞാനില്ല, ഞാൻ എന്റെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞുള്ളൂ, നിങ്ങളോട് മുനാദർക്ക് ഞാനില്ല. അത് പറഞ്ഞാൽ പറ്റൂല, മുനാദറ നടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഷാഫി ഇമാമിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ മുനാദറ നടക്കണമെന്നുണ്ട്. എന്താ കാര്യം? ഹസനു ഷൈബാനി എന്ന പ്രഗത്ഭനോട് കൂടെ മുനാദറ നടത്തിയ ഷാഫി ഇമാം ഫ്ലാറ്റാകും, പൊട്ടിപ്പോകും. അങ്ങനെ ഷാഫി ഇമാം ഒന്ന് തോൽക്കുന്നത് കാണാൻ പൂതിയുള്ള ആൾക്കാരാണ് ഒപ്പമുള്ള കൂട്ടുകാരൊക്കെ. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒപ്പമുള്ള അങ്ങനെ എപ്പോഴും ക്യാമറ ആകുമ്പോൾ അവർക്കൊരു അടി കിട്ടണം എന്നൊരു പൂതി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഹസനു ഷൈബാനിയുമായിട്ടുള്ള മുനാദറക്ക് ഡേറ്റ് നിശ്ചയിച്ചു. ഭയങ്കര ഒരുക്കങ്ങളൊക്കെ നടത്തി എല്ലാവരും സദസ്സിൽ വന്നിരുന്നു. ഹസനു ഷൈബാനി അവറുകൾ ചോദിച്ചൊരു ചോദ്യം, ഷാഫി, ഒരാള് വേറെ ഒരാളുടെ തേക്കുമരം മോഷ്ടിച്ചു, എന്നിട്ട് അദ്ദേഹം വീടുണ്ടാക്കി, 1000 ദീനാർ ചെലവഴിച്ചുകൊണ്ട് വീടുണ്ടാക്കി. തേക്കിന്റെ ഉടമസ്ഥൻ 2 സാക്ഷികളുമായി വന്നിട്ട് തന്റേതാണ് ആ തേക്കെന്ന് തെളിയിച്ചു. താങ്കളാണ് വിധികർത്താവ്, എന്താണ് പറയും?
തേക്കിന്റെ ഉടമസ്ഥന് തേക്ക് കൊടുക്കണം, അതിനെന്താ ചെയ്യേണ്ടത്? വീടൊക്കെ പൊളിക്കേണ്ട, എന്താ നിങ്ങൾ എന്താ വിധി പറയാം? ഉടനെ തന്നെ ഷാഫി ഇമാം പറഞ്ഞു, ഞാൻ ഈ വീട്ടിന്റെ ഉടമസ്ഥനോട് പറയും, അയാൾക്ക് പൊരുത്താണെങ്കിൽ ഈ തേക്കിന്റെ കാശ് നിങ്ങൾ കൊടുക്കണം. അല്ല, തേക്ക് തന്നെ വേണമെന്നാണ് അയാൾ ആവശ്യപ്പെടുന്നതെങ്കിലോ നിങ്ങൾ തേക്ക് വീട് പൊളിച്ചിട്ട് കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ വിധി പറയാം. ഓ ശരി, ഹസൻ ഷെയ്ബാനി സമ്മതിച്ചു. എന്നാ അടുത്ത ചോദ്യം. ഒരാള് പട്ടുനൂൽ പുഴുവിന്റെ നൂല് മോഷ്ടിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന്റെ വയറിന് ഓപ്പറേഷൻ നടത്തി കൊടുത്തത് തുന്നി. തന്റെ വയറ് തുന്നാൻ വേണ്ടിയിട്ട് വേറെ ആളുടെ നൂല് മോഷ്ടിച്ചിട്ടാണ് തുന്നിയത്. മറ്റൊരുത്തന്റെ ആദ്യം പറഞ്ഞത് തേക്ക് മോഷ്ടിച്ചിട്ട് വീടുണ്ടാക്കി, ഇവിടെ നൂല് മോഷ്ടിച്ചിട്ട് സ്വന്തം വയറ് തുന്നി. അയാളും കൊണ്ടുവന്നു 2 സാക്ഷികളെ, നൂല് അയാളുടേതാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്ത് വിധി പറയും? നേരത്തെ പറഞ്ഞ വിധി പറയുകയാണെങ്കിൽ എന്ത് പറയണം? വയറ് പൊളിച്ചിട്ട് നൂല് കൊടുക്കണം എന്ന് പറയണല്ലോ. ഇവിടെ ഞാന് വയറ് പൊളിക്കാൻ ആവശ്യപ്പെടൂല, വില കൊണ്ട് തൃപ്തിപ്പെടാനുള്ള വകുപ്പിനെ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ വാദത്തുനിന്ന് പിന്മാറിയില്ലേ? ചോദ്യം വിഷയം മനസ്സിലാണില്ലേ? ആദ്യം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നോക്കിയാല് നിങ്ങൾ ഇവിടെ നൂല് അയാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇയാളുടെ വയറ് കീറി നൂല് കൊടുക്കണം എന്നാണ് പറയേണ്ടത്. പക്ഷേ അവിടെ വീട് പൊളിക്കാൻ പറഞ്ഞപ്പോ ഇവിടെ നൂല് പൊളിക്കാൻ പറഞ്ഞില്ല, വയറ് പൊളിക്കാൻ പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ വാദത്തിൽ പറഞ്ഞ ആ മസല രണ്ടാമത്തെ മസലന്റെ അവിടെ നിങ്ങൾ തിരുത്തിയില്ലേ? ഇപ്പൊ നിങ്ങൾ പൊട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോ സാഹസം എല്ലാരും കൂടി ഭയങ്കര തക്ബീർ. അങ്ങനെ അന്നുണ്ട് തക്ബീർ, എല്ലാരും കൂടി തക്ബീർ ചൊല്ലിയാ കിട്ടി, ഷാഫിക്ക് അടി കിട്ടി. അപ്പൊ ഷാഫിമാർ നിൽക്കി അങ്ങനെ ഒച്ചുണ്ടാക്കല്ലേ, ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് അതിനും കൂടി കാത്തു നിൽക്കി. അങ്ങനെ ഷാഫിയമ്മ ഒരു ചോദ്യം ചോദിക്കും, ഉസ്താദെ പിന്നെ ഒരാള് സ്വന്തം തേക്കൊണ്ട് വീടുണ്ടാക്കി, നേരത്തെ കട്ടിട്ട് തേക്കായിരുന്നേ, ഇത് രസതാണ്, അതേ ഉദാഹരണം വെച്ച് അടിക്കുകയാണ്. സ്വന്തം തേക്കൊണ്ട് വീടുണ്ടാക്കി, എന്നിട്ട് അയാൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോ തോന്നി ഈ വീട് ഒരു ചോക്കില്ല, ഒരു പൂതി വീടൊന്ന് ഉഷാറാക്കണം. അപ്പൊ അയാൾക്ക് ആ വീട് പൊളിക്കാൻ പറ്റുമോ? ഹലാലാണോ ഹറാമാണോ എന്നാണ് ചോദ്യം. വീടൊന്നും നന്നാക്കാം, നമ്മളൊക്കെ നല്ലല്ലേ, അപ്പൊ ഒന്ന് കോലൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് ഈ വീട് പൊളിച്ചിട്ട് തേക്കൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിന് അയാൾക്ക് വീട് പൊളിക്കാൻ പറ്റുമോ? അപ്പോ ഹസൻ ഷെയ്ബാനി പറഞ്ഞു പൊളിക്കാൻ പറ്റുമോ, ഹലാലാണെന്ന് പറഞ്ഞു. ആ ശരി. ഇന്ന രണ്ടാമത്തെ ചോദ്യം. ഒരാള് സ്വന്തം പട്ടുനൂല് കൊണ്ട് വയറ് തുന്നി, സ്വന്തം വയറ് തുന്നി, ഇനി അയാൾക്ക് പൂതിയാകുമ്പോൾ പൊളിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഹസൻ ഷെയ്ബാനി അതെങ്ങനെ പൊളിക്കാൻ പറ്റില്ല, അത് ഹറാമല്ലേ, ഹത്തുക്കിൻ നഫ്സ് അത് പാടില്ലല്ലോ, സ്വന്തം ശരീരത്തിന് നാശം ഉണ്ടാക്കാൻ പാടില്ല, അത് ഹറാമാണെന്ന്. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ തിരുത്തിയോന്ന് ചോദിച്ചു. ഒന്നാമത്തെ അപ്പൊ നിങ്ങൾ തിരുത്തിയോ? അതോടുകൂടിയിട്ട് ഉസ്താദിന് പണിയായി. അങ്ങനെ സ്വന്തം ഉസ്താദുമാരായാലും എന്ന് വെച്ചാൽ ഉസ്താദിനെ തർക്കിച്ച് തോൽപ്പിച്ചിരുന്ന ഒരു ധിക്കാരിയായിരുന്നു ചെറിയ കുട്ടികൾ മനസ്സിലാക്കരുത്. സംവാദത്തിന് വിളിച്ചപ്പോ ഉസ്താദ് എങ്ങനെയായിട്ട് സംവാദത്തിന് ഞാനില്ല, ഞാനിത് ഇവിടെ എന്റെ സംശയങ്ങളൊക്കെ ഇവിടെ കുട്ടികളോട് പറഞ്ഞേ ഉള്ളൂ എന്ന് അതവ് കാണിച്ചിരുന്നു. ഉസ്താദ് നിർബന്ധിച്ച് കരിച്ചു കൊണ്ടുപോയതാണ്. പക്ഷെ അറിവിന്റെ വിഷയം വരുമ്പോ സ്വാഭാവികമായിട്ടും പറയേണ്ട കാര്യങ്ങൾ അതവോടുകൂടി പറയാൻ ശിഷ്യന്മാർക്ക് ബാധ്യതയുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അത് പറയുകയുണ്ടായി എന്ന് മാത്രം. ഈ ഇമാം, ഞാൻ ഒരു ചരിത്രത്തിന്റെ ഓർഡറിലാണ് ഇവിടെ പറയാൻ ആഗ്രഹിച്ചിരുന്നത്, പക്ഷെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ പോയിന്റുകൾ മാത്രം പറയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ക്രമം നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ നല്ല ശ്രദ്ധയോടെ ഇരിക്കുന്നു എന്ന് തന്നെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരിയുടെ, അബ്ബാസി ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണല്ലോ ജീവിച്ചിരുന്നത്. അന്നത്തെ വലിയൊരു വാദമാണ് ഖുർആൻ മഖ്ലൂഖാണ് എന്നത്, ഖുർആൻ സൃഷ്ടിയാണ് എന്നത്. അങ്ങനെ ഈ വാദക്കാരെയൊക്കെ മഖ്ലൂഖാണ് എന്ന് അംഗീകരിക്കാത്തവരൊക്കെ കൊന്നുകളയാണ് ചക്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെയും പിടികൂടി. നേരത്തെ പറഞ്ഞ മുഅ്തസിലി പണ്ഡിതനാണ് വിധി പറയുന്നത്. ആര്? ബിശ്റുൽ മിർരീസി അൽ മുഅ്തസിലി. ബിശ്റുൽ മിർരീസി ചക്രവർത്തിയുടെ കൂടെ ഇരിക്കുന്നു. ഇമാം ഷാഫിയെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു, വേറെയും കുറെ ആൾക്കാരെ വിചാരണക്ക് കൊണ്ടുവന്നു, വലിയ പണ്ഡിതന്മാർ. അവരൊക്കെ പറഞ്ഞു അള്ളാഹുവിന്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല. അവരെയൊക്കെ കൊലപ്പെടുത്താൻ വേണ്ടി വിധിച്ചു. ഷാഫി ഇമാമിന്റെ ഊഴമായി. ഷാഫി ഇമാമിന് നല്ല പണി കൊടുക്കണമെന്ന് മുഅ്തസിലി പണ്ഡിതന് നല്ല താല്പര്യമുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഖുറൈശിയായ മഹാപണ്ഡിത, ഖുർആൻ മഖ്ലൂഖാണോ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇമാം ഖുറൈശിയായ മഹാപണ്ഡിത എന്നല്ല ചോദിച്ചത്. ഷാഫി ഇമാം ചോദിച്ചു, നിങ്ങൾ എന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ. ഉടനെ മറുപടി മഖ്ലൂഖാണ്. അപ്പൊ ഷാഫി ഇമാമിനെ അവർ വെറുതെ വിട്ടു. ഷാഫി ഇമാം പുറത്തൊക്കെ പോയതിന്റെ ശേഷമാണ് ഇവർക്ക് അക്കിടി പറ്റിയത് മനസ്സിലായത്. ഷാഫി ഇമാം എന്താ ചോദിച്ചത്? നിങ്ങൾ എന്നെയാണോ ഉദ്ദേശിച്ചത്? മഖ്ലൂഖാണോ അല്ലേ എന്ന കാര്യത്തിൽ നിങ്ങൾ എന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ. ആ ശരി, ഞാൻ മഖ്ലൂഖാണ്. പോയി. അവർ വിചാരിച്ചു ഖുർആൻ മഖ്ലൂഖാണെന്നാ പറയണതെന്നാണ് ഷാഫി ഇമാം. പക്ഷെ രാജാവ് വെറുതെ വിട്ടാളല്ല ഇനി തിരിച്ചു വിളിക്കുന്നത്, രാജാവിന് അപമാനാണ്, അതുകൊണ്ട് തിരിച്ചു വിളിച്ചതുമില്ല. അങ്ങനെയാണ് അവിടുന്ന് തന്ത്രപൂർവ്വം മഹാനായ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി
രക്ഷപ്പെട്ടത്. അതാണ് ഷാഫി ഇമാമിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ഒരൊറ്റ ഉദാഹരണം കൂടി പറയാം. വേണം വിദ്യാർത്ഥിക്കുന്നില്ല, ഞാൻ വിദ്യാർത്ഥികളോട് പരിഗണിക്കുകയാണ് ഈ വിഷയത്തിൽ. കൊച്ചുകുട്ടികളെ കാണുന്നുണ്ട്. നല്ല കുശാഗ്ര ബുദ്ധിയായിരുന്നു മഹാനായ നമ്മുടെ ഇമാം അവറുകൾക്ക്. ഭയങ്കര നാടിനെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവം ഉണ്ടായി. ഒരു പോയത്തക്കാരൻ ഒരാള്, അയാൾ ഒരു യാത്രക്ക് ഒരുങ്ങി പുറപ്പെടുന്ന സമയത്ത് തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഈയിടെയായിട്ട് കുറച്ച് മെലിഞ്ഞിക്കണ്, എന്റെ പഴയ മൊഞ്ചൊന്നും കാണാനില്ല, തിന്നലൊന്നുമില്ലേ, ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് നന്നായി തിന്നിട്ട് തടിച്ചു കൊഴുത്ത് 14 രാവ് മാതിരി തിളങ്ങണം, ഇല്ലെങ്കിൽ എന്റെ 3 തൊലാക്കും പോയിക്കിട്ടാന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? 3 തല അങ്ങനെ 14 മാതിരി തിളങ്ങിയില്ലെങ്കിൽ 3 തലാക്കും പോവും. ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് നീ ഇങ്ങോട്ട് മൊഞ്ചില് ലങ്കി മാറിയുന്നോളെ എന്നുള്ള കോലത്തില് 14 രാവ് മാതിരി വെട്ടിത്തിളങ്ങണം, ഇല്ലെങ്കിൽ തന്നെ 3 തലാക്കും ചെല്ലിന്ന് കൂട്ടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാഭാവികമായിട്ട് യാത്ര കഴിഞ്ഞ അയാൾ തിരിച്ചു വന്നു. പെണ്ണും പിള്ള ബേജാറായി, നല്ലോണം തിന്നിരിക്കണ്, കടിച്ചിരിക്കണ്, നല്ല ഭംഗിയുണ്ട്, ചുരുക്കുണ്ട്. പക്ഷെ 14 രാവ് ആവൂലല്ലോ. ആകാശത്തിലെ 14 രാവ് മാതിരി തിളങ്ങാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയോ? പക്ഷെ പറഞ്ഞ വാക്കതല്ലേ, വ്യക്തമായി പറഞ്ഞു ചെയ്തില്ല, ഇല്ലെങ്കിൽ 3 തലാക്കും പോയി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആകപ്പാടെ പണ്ഡിതന്മാരെടുത്തും പോയി. ഇയാൾക്കാണെന്നുണ്ടെങ്കിലോ, ഇയാൾക്കാണ് ഇവിടെ ആകപ്പാടെ അങ്ങോട്ട് ചൊറുക്ക് കൂടിയിട്ട് ഇത് പോയാഞ്ഞ് പറ്റൂല എന്നുള്ളൊരു തോന്നലുണ്ട്. ഇത് കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ പണ്ഡിതന്റെയും വാതിൽ മുട്ടി 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 എല്ലാരും പറഞ്ഞു, അത് ഇനി പൂതിച്ചിട്ട് കാര്യമില്ല മാനെ, അതിനെ കൊണ്ടാക്കിക്കാളെ, അത് പോയിരിക്കണ്. എല്ലാരും പറഞ്ഞു. അവസാനം ഒരു ദർശനം നടത്തുന്ന മഹാപണ്ഡിതനുണ്ട് എന്ന് കേട്ടു. ആ പണ്ഡിതനെ കാണാൻ വേണ്ടി പോകുമ്പോ മുതല്ലിമീങ്ങളായ ആളുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഈ ഷാഫി ഇമാം ബാല്യകാലത്താണ്, ദർശനോദന മുത്തല്ലിമാണ്. ഈ മുത്തല്ലിം ഇങ്ങനെ നിങ്ങൾ എന്തേ വന്നു എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ ഒരു കുടുക്കൽ കുടുങ്ങിയതാണ്, ആരാ പിന്നൊന്ന് കഴിച്ചിലാക്കി തരാന്നാണ്. ഇമാം ഷാഫി അവറുകൾ ഉടനെ തന്നെ പറഞ്ഞു, ഇങ്ങളെ തലാക്ക് പോയിട്ടൊന്നുമില്ല, അത് ആരെ പോയി എന്ന് പറഞ്ഞത്, പോയിട്ട് ഞങ്ങൾ ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദിന്റെ അടുത്തേക്ക് പോയി ചോദിച്ചപ്പോ ഉസ്താദ് ഉടനെ പറഞ്ഞു, അത് പോയല്ലോ, 14 രാവ് മാതിരി പെണ്ണിന് തിളങ്ങാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞു. അല്ല, അവിടുന്ന് ഒരു ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞല്ലോ. ഏത് ശിഷ്യൻ? എന്നാ അവനോട് വിളിയെന്ന് പറഞ്ഞു. അവനെ വിളിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഉസ്താദെ ആ തൊലാക്ക് പോകൂലല്ലോ. എന്താ പോകാതിരിക്കാൻ കാരണം? ഖുർആനാണല്ലോ തെളിവ്. ഷാഫി ഇമാമിനോട് എപ്പ ചോദിച്ചാലും ആദ്യം പറയും ഖാല അല്ലാഹു തആല, പിന്നെ പറയും ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖുർആന് ഹദീസ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പറഞ്ഞിരുന്നത്. ഈ വിഷയം വന്നപ്പോ എന്ന് പറയണം, 7-ാം വയസ്സിൽ ഖുർആൻ മുഴുവൻ മനപ്പാടാക്കിയ ആളാണ്. 10 വയസ്സായപ്പോഴേക്ക് മുഅത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം മുഴുവൻ മനപ്പാടാക്കിയാലാണ്. എന്നിട്ടാണ് ഉസ്താദിന്റെ അടുത്ത് ഓതാൻ തന്നെ ചെന്നിരിക്കുന്നത്. വലിയ സംഭവമാണ്, അതൊന്നും വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. നമ്മൾ ആവേശം കൊള്ളിക്കുന്ന മഹാപ്രതിഭാശാലിയായ ഷാഫി ഇമാമിന്റെ വിദ്യാർത്ഥിത്വത്തെ നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ്. മുത്താലിമീങ്ങൾ അതിന്റെയൊക്കെ ഗ്രന്ഥങ്ങൾ വായിക്കണമെങ്കിൽ സാന്ദർഭികമായിട്ട് പറയും, ഭയങ്കര ആവേശം ഉണ്ടാവും നമുക്ക്. എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ ഉണ്ടായത്? യുഗപ്രവരനായിട്ടുള്ള മഹാപ്രതിഭ എങ്ങനെയാണ് പാണ്ഡിത്യ ലോകത്ത് തേജൊളിമയാർന്ന നക്ഷത്ര തുല്യമായിട്ട് വെട്ടിത്തിളങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഷാഫി ഇമാമിനോട്, ഈ ശിഷ്യനോട്, അന്ന് ഇമാമൊന്നും ആയിട്ടില്ലല്ലോ, ശിഷ്യനോട് ഉസ്താദ് ചോദിച്ചു, എങ്ങനെയാടാ തലാക്ക് പോകാതിരിക്കുക, എങ്ങനെയല്ലേ പറഞ്ഞത്? ഓള് 14 രാവിന്റെ മാതിരി തിളങ്ങൂലെന്ന് എനിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോ ഒരൊറ്റായത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ടത്, ഏറ്റവും സുന്ദരം, ഏറ്റവും മെച്ചം. അതിന്റെ മീതഞ്ഞൊരു 14 രാവില്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മെച്ചമായ കോലത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് മനുഷ്യനെ. അപ്പൊ അതിനേക്കാളും മേലെ വേറെ തന്നെ പഠിച്ചിട്ടില്ലാന്നല്ലേ? അപ്പൊ പിന്നെ 14 രാവ് എങ്ങനെ ഇതിന്റെ മേലെ നിൽക്കുക? അപ്പൊ ഇത് 14 രാവിന്റെ മേലെ തന്നെയാണ് മനുഷ്യൻ അല്ലെങ്കിലേ ഉള്ളത്. അതിന് തിന്നും കുടിച്ചൊന്നും വേണ്ട. അപ്പൊ തലാക്ക് പോയിട്ടില്ല. ആർക്കും പറയാൻ കിട്ടാത്ത ആ ഒരു വിധി മഹാനായ ഷാഫി ഇമാം. പഠിക്കാന്ന് പറഞ്ഞ വല്ലാത്ത ഒരു ആർത്തിയായിരുന്നു, ഹിർസ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം ഹിർസ്. ആ ഹിർസ് ഷാഫി ഇമാം അവറുകളോട് ഒരിക്കൽ തന്റെ സമകാലികൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിവിനോടുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഒരു ഇഷ്ടം, അത് എങ്ങനെ, എത്രത്തോളം നിങ്ങളൊന്ന് പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറയാണ്, പുതിയ ഒരു അറിവ് കേൾക്കുമ്പോ എനിക്കുണ്ടാകുന്ന ഒരു ആനന്ദം, എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ആ സന്തോഷം കാരണം ഞാൻ ആഗ്രഹിക്കാറുണ്ട് എന്റെ ശരീരം മുഴുവനും അള്ളാഹു കാതു തന്നിരുന്നെങ്കിൽ എന്ന്.
അത് കേൾക്കാനുള്ള ആർത്തി കൊണ്ട് എന്റെ ശരീരത്തിന് മുഴുവനും ഈ മധുരമായിട്ടുള്ള അറിവിനെ ആസ്വദിക്കാനുള്ള ശ്രവണസിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയിട്ടുണ്ട്. അത്ര വലിയ ആർത്തിയാണ് എനിക്ക് പുതിയ അറിവുകൾ കേൾക്കാൻ. അതായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഹിർസ്. അറിവിനോടുള്ള നിങ്ങളുടെ ആർത്തിയെക്കുറിച്ച് ഇനിയും പറയൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഷാഫി ഇമാം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എന്റെ ആർത്തി അങ്ങേയറ്റം പിശുക്കനായിട്ടുള്ള ഒരു ധനാഢ്യന് തന്റെ സമ്പത്തിനോടുള്ള ആർത്തി പോലെയാണ്. അത് ഇങ്ങനെ ഇറുകെ പിടിക്കാൻ പിന്നെയും നിങ്ങൾ ഇതിനു വേണ്ടി ഈ അറിവിനെ അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോ അന്വേഷിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു ത്വരയുണ്ടല്ലോ, നിങ്ങളുടെ ഒരു ത്വര, ഒരു വല്ലാത്തൊരു ജിജ്ഞാസ, ഒരു ഉത്കണ്ഠ, ഒരു ആധി, ഒരു വ്യാധി, ഒരു വ്യസനം, അതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ഇമാം ഷാഫി അവറുകൾ എന്താ പറഞ്ഞറിയോ? ഏക സന്തതി, ഒറ്റ മോൻ, കുഞ്ഞുമോൻ, അത് നഷ്ടപ്പെട്ട ഒരു ഉമ്മ ആ കുഞ്ഞിനെ എപ്രകാരം തേടി അലയുമോ അങ്ങനെയാണ് ഞാൻ അറിവ് തേടി അലയുന്നത്. ഇനി എന്താ മനസ്സിലാക്കാനുള്ളത്? കുഞ്ഞുമോൻ നഷ്ടപ്പെട്ടാൽ ഒരു ഉമ്മാന്റെ വേദന എന്തായിരിക്കും, വേവലാതി എന്തായിരിക്കും? അങ്ങനെ ഞാൻ എന്ന് മഹാനായ ഇന്നപ്പം ഷാഫി ഇമാം വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം? ഇസ്തിബാറുള്ള ആളായിരിക്കണം. ഫിഖ്ഹിന്റെ രംഗത്ത് ഹദീസിന്റെ രംഗത്തൊക്കെയുള്ള മഹത്വം നമ്മൾ മനസ്സിലാക്കിയല്ലോ. അങ്ങേയറ്റം ദരിദ്രനായിരുന്നു ഷാഫി എന്നുകൂടി പറയണ്ടായി. അത്ര വലിയ അത്ര ത്യാഗാള ഒരു സ്വന്തസ്ത്രം ധരിച്ചു. ഇപ്പൊ ഒരു 3/4 മണിക്കൂറായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് 4 മണിക്ക് അപ്പോ 3/4 മണിക്കൂറിലധികം ഓരോരുത്തർ ഇരിക്കുന്നത് ആരോഗ്യശാസ്ത്രം അനുസരിച്ച് തെറ്റാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാണ്ട് ഇരുന്നാളി. നിങ്ങൾ ആരോഗ്യം കാക്കാനാണ്, വേറൊന്നുമില്ല. 3/4 മണിക്കൂറിലധികം ഒരു ഇരിപ്പ് ഇരിക്കുന്നത് നമ്മുടെ രക്തയോട്ടം കുറച്ച് കളയുന്ന ഒരു കാര്യമാണ്. അത് ആരോഗ്യത്തിന് ദോഷമാണ്. ഇനിയിരിക്കാം നമുക്കൊരു സുഖം കിട്ടാൻ വേണ്ടി. അപ്പൊ രോമവസ്ത്രമൊക്കെ ധരിച്ചിട്ട് വൃദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ല തേജസ്വിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം കടന്നു വന്നപ്പോ ഷാഫി ഇമാം അവറുകൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചപ്പോ ഈ ആള് വന്നിട്ട് ചോദ്യം ചോദിക്കാണ്. എന്തൊക്കെയാണ് ദീനിലെ മാനദണ്ഡങ്ങള്, തെളിവുകള്? ഖുർആൻ, പിന്നെ ഹദീസ്, പിന്നെ ഖിയാസ്, പിന്നെ വല്ലതുണ്ടോ? ഇജ്മാ. ഷാഫി, ഇജ്മാ എന്ന് പറയുമ്പോ അതിന് അള്ളാന്റെ ഖുർആനിൽ തെളിവ് വേണം. എന്താ തെളിവുണ്ടെങ്കിൽ പറയുന്നു പറഞ്ഞു. ശിഷ്യന്മാര് പറയാണ്, ഷാഫി ഇമാം ആകെ സ്തബ്ധനായിപ്പോയി. ഇജ്മാഇന് ഖുർആനിൽ എന്താ തെളിവ് എന്ന് പെട്ടെന്ന് പറയാൻ കിട്ടിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ സ്തബ്ധിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടേയില്ല. ഷാഫി ഇമാം ഇങ്ങനെ ആലോചനയിൽ മുഴുകി നിന്നപ്പോ ഈ വൃദ്ധനായ ആള് പറഞ്ഞത്രേ, നിനക്ക് ഞാൻ 3 ദിവസം സമയം തരാം. ഈ വന്നതാരാന്ന് അറിയൂല. നിനക്ക് ഞാൻ 3 ദിവസം സമയം തരാം, അതിനുള്ളിൽ എനിക്ക് ഉത്തരം വേണം. ഷാഫി ഇമാം അവറുകൾ അവിടെ നിന്ന് എഴുന്നേറ്റു, വീട്ടിലേക്ക് തിരിച്ചുപോയി, താമസ സ്ഥലത്തേക്ക് പോയി. പിന്നെ 3 ദിവസത്തേക്ക് ദർശനേ വന്നില്ല. 3-ാമത്തെ ദിവസം ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ ശനായി പോയിരുന്നു. ആ സമയം തന്നെ ഈ ചോദിച്ച വൃദ്ധനും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഉത്തരം? ആ സമയത്ത് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇജ്മാഇന് ഖുർആനിൽ തെളിവുണ്ടല്ലോ. എന്താ തെളിവ്? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മാർഗം, മുഅ്മിനീങ്ങളുടെ വഴി
ആ വഴി ഒഴിവാക്കിയ ഒരാളെ അവൻ എന്താ ചെയ്യാ? നുവല്ലിഹി മാ തവല്ലവൻ, അവന്റെ പാട്ടിന് വിടും. എന്നിട്ട് വനുസ്ലിഹി ജഹന്നം, അവനെ നമ്മൾ നരകത്തിൽ ചേർക്കുകയും ചെയ്യും. ഈ ആയത്ത് സൂറത്ത് നിസായിലെ 115 ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് അവിടെ ഇജ്മാഇനുള്ള ഖുർആനിന്റെ തെളിവ് മഹാനവറുകൾ അവതരിപ്പിച്ചു. ഇവിടെ നമ്മുടെ വിഷയം അതല്ല. 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അവശനായി രോഗം ബാധിച്ചവനെ പോലെ തളർന്നു പോയിരുന്നു. എന്താ കാര്യം എന്നറിയോ? ഈ ഒരു തെളിവ് കിട്ടാൻ വേണ്ടി വീട്ടിൽ അങ്ങോട്ട് ചടഞ്ഞിരുന്നിട്ട് ഓരോ ദിവസവും 3 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്തു എന്നാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് 9 പ്രാവശ്യം. റമദാൻ മാസം വന്ന ഖത്തം തീർക്കാൻ വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കണം? ഒരൊറ്റ ദിവസം 3 പ്രാവശ്യം ഖത്തം തീർക്കണമെങ്കിൽ എവിടെ ഉറങ്ങുക, എവിടെ ഉണ്ണുക? മാത്രമല്ല ഇത് കേവലം വായിച്ചു തീർത്താ പോരല്ലോ, അത് മനസ്സിലാക്കി പോകേണ്ട, തെളിവുണ്ടാക്കണ്ടേ? അങ്ങനെ 9 പ്രാവശ്യം 3 ദിവസം കൊണ്ട് പാരായണം ചെയ്യും. അതിന് തെളിവ് കിട്ടിയിട്ടേ ഇനി ഉറക്കുള്ളൂ, ഇനി ഊണുള്ളൂ എന്ന രീതിയിൽ അങ്ങോട്ട് ഒഴിഞ്ഞു. അതാണ് അറിവ് തേടിയിട്ടുള്ള ഇസ്തിബാർ, അറിവ് തേടിയിട്ടുള്ള ഇജ്തിഹാദ്. അത് ഷാഫി ഇമാം അങ്ങനെയാണ് അറിവിനെ തേടിയിരുന്നത്. അതാണ് കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു ഉമ്മ കുഞ്ഞിനെ തേടും പോലെ ഞാൻ അറിവ് തേടുന്ന ആർത്തിയുള്ള ആളാണെന്ന് മഹാനായ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ ധീരനായ, അടിവരയിട്ട് മനസ്സിലാക്കുക, ധീരനായ യോദ്ധാവായ ഇമാമുന ഷാഫി, അങ്ങനെ ഒരാളും കൂടിയാണ്. ഇമാം ഷാഫി പട്ടാളക്കാരനാണ്. അത് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മുടെ ഇമാം ഷാഫി പട്ടാളക്കാരനാണ്, സൈനികനാണ്. ഈജിപ്തിലായിരുന്ന സമയത്ത് അലക്സാണ്ട്രിയയുടെ തീരത്ത് കാവൽ പടയാളിയായിട്ട്, എപ്പോ? ചെറുപ്പത്തിലൊന്നല്ല, മിസ്രിലേക്ക് പോകുന്നത് കുറെ ആയതിനു ശേഷമാണല്ലോ, നമുക്കറിയാലോ. ജദീദായ കൗലും ഖദീമായ കൗലൊക്കെ മിസ്രിനെ ആസ്വദിച്ചാണല്ലോ ഉള്ളത്. അലക്സാണ്ട്രിയയുടെ തീരത്ത്. എന്നാൽ അപ്പം നിൽക്കുന്നത് എപ്പോഴാണെന്നറിയോ? മരണത്തിനോടടുത്ത കാലഘട്ടത്തിലായിരുന്നു. അവസാനത്തെ 4 വർഷത്തോളം അല്ലെങ്കിൽ 3 വർഷത്തോളം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വല്ലാത്ത ഒരു രോഗം ബാധിച്ചിരുന്നു മഹാനായ ഇമാമിന്. ശരീരത്തിലൂടെ ചോര വാർന്നു പോകുകയായിരുന്നു. ശിഷ്യന്മാര് പറയാറുണ്ട്, ചോര വാർന്നൊലിക്കുമ്പോഴും ദർസ് മുടക്കിയിരുന്നില്ല എന്ന്. ശക്തമായ വേദന അനുഭവിച്ചിരുന്നു. പലപ്പോഴും ഞങ്ങള് ഉസ്താദിന്റെ കാലിന്റെ തൊടയിലൂടെ ഞെരിയാണിയിലേക്ക് ചോര ഒലിച്ചിറങ്ങുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്ന്. അത്ര വലിയ പരീക്ഷണം നേരുന്നു. എന്നിട്ട് ഈ ഒരു അവസാന കാലത്ത് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് അലക്സാണ്ട്രിയയുടെ തീരത്ത് ജിഹാദ് ചെയ്തവന്റെ കൂലി കിട്ടാൻ വേണ്ടി അവിടെ തീരപ്രദേശത്ത്, കടലോര പ്രദേശത്ത് അതിർത്തിക്ക് കാവലായിട്ട്, അതിർത്തി കാക്കുന്ന കാവലാളായിട്ട് അതിർത്തി സൈന്യത്തിൽ പങ്കെടുത്തിരുന്നു എന്നും നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക. അതാണ് ബഹുമാനപ്പെട്ടവരുടെ ഇജ്തിഹാദും ഇസ്തിബാറും. ഏതൊരു ശ്രമത്തിന്റെ കൂടെയും ശക്തമായി നിലകൊള്ളാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചിരുന്നത്. നല്ല ഒരു ഭരണാധിപന്റെ നല്ല ഒരു ജഡ്ജുമായിരുന്നു. ഭയങ്കര രസണ്ടേ പണ്ഡിതന്മാർ എങ്ങനെയൊക്കെയാണ് ആവേണ്ടത് എന്ന് ഷാഫി ഇമാമിന്റെ ജീവിതം നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പട്ടാളക്കാരന്റെ കാര്യം പറഞ്ഞല്ലോ. പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, മിഹ്റാബിന്റെയും മക്ബറയുടെയും ഇടയിലാണ് പണ്ഡിതന്റെ ജോലി എന്ന്. ഷാഫി ഇമാമിന്റെ ജീവിതം നമ്മളോട് പറയുന്നത് അതല്ല. വലിയ പണ്ഡിതനായിരിക്കെ തന്നെ പട്ടാളക്കാരൻ. എന്നാൽ മറ്റൊരു കാര്യം കൂടി, രാജ്യത്ത് വിപ്ലവം നയിച്ച ഒരു പോരാളി കൂടിയായിരുന്നു. രാജ്യത്ത് വിപ്ലവം നയിച്ച ഒരു പോരാളി കൂടിയായിരുന്നു. ബഹുമാനപ്പെട്ടവർ യമനിൽ ജഡ്ജായിട്ട്, കോടതിയിലെ വിധികർത്താവായിട്ട് ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ കേവലം വിധിയെ അന്വേഷിച്ചു വരുന്ന ആളുകളോട് വിധി പറയുക മാത്രമല്ല ചെയ്തത്, അന്നത്തെ ഭരണകർത്താക്കളിൽ ചില ആളുകൾ അക്രമം ചെയ്തതുകൊണ്ട് നിഷേധിച്ച കൊലകളുണ്ടാവും, അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തു ഷാഫി ഇമാം. എന്നിട്ട് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ട കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. പ്രതികളെയും വാദികളെയും വിളിച്ചു വരുത്തി 2ാമത് വിധി പറഞ്ഞു. അവർക്കൊക്കെ നീതി നേടിക്കൊടുത്തു. ഇങ്ങനെ വന്നപ്പോ ജനങ്ങളുടെ വലിയ പിന്തുണ കിട്ടി ഷാഫി ഇമാമിന്. ആ ഒരു സമയത്ത് അന്നത്തെ യമനിലെ ഗവർണറായിരുന്ന ഹമ്മാദ് അൽ ബാർബരി എന്ന് പറയുന്ന ആൾ ഷാഫി ഇമാമിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുകയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ഇറാഖിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെങ്ങലക്കിടുകയും വരെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് അലബിയാക്കൾ ഭരണകൂടത്തിനെതിരെ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു എന്ന് ഖ്യാതി പരന്നപ്പോ ആ ഇറങ്ങിപ്പുറപ്പെട്ട രാജ്യദ്രോഹികളായ ആളുകളെ മുഴുവനെയും തലവെട്ടി കൊന്നുകൊണ്ടിരിക്കുമ്പോ അവരെ കൂട്ടത്തിൽ ഒരാളായിട്ട് പേര് ചേർത്തുകൊണ്ട് കള്ളപ്രചരണം നടത്തിക്കൊണ്ടാണ് ഈ ബാർബരി ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനെ കുറ്റവാളിയാക്കുന്നത്.
കാരണം തന്റെ അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ ഷാഫി ഇമാമിനെ കിട്ടുന്നില്ല. അപ്പൊ മേലുദ്യോഗസ്ഥനായ ഗവർണർ കുറ്റവാളിയാക്കുകയാണ്, ദുരാരോപണം നടത്തുകയാണ്. എന്നിട്ട് ഇറാഖിലേക്ക് കത്തയക്കാണ്, ഹാറൂൺ റഷീദിന് കത്തയക്കാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ചങ്ങലക്കിട്ട് കുറ്റവാളികളോട് കൂടെ കൊണ്ടുപോയി. അങ്ങനെ വിചാരണ ചെയ്ത് എല്ലാവരെയും തൂക്കാൻ വിധിച്ചപ്പോ ഷാഫി ഇമാമിന്റെ കാര്യത്തിൽ ആശങ്ക വന്നു. ഈ ആരോപണം അത്ര ശരിയാണ്, കാരണം ഹാറൂൺ റഷീദ് നല്ല ഭരണാധിപനായിരുന്നു ആ വിഷയത്തിൽ. അങ്ങനെ ഷാഫി ഇമാമിനെ നിരീക്ഷണത്തിലാക്കി. ഏത് സമയവും തൂക്കിക്കൊല്ലാനുള്ള ഓർഡർ വരുമെന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഷാഫി ഇമാം ഉള്ളത്. നഗരം വിട്ടു പോകാൻ പാടില്ല എന്നാണ് ഉത്തരവ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ സമയത്തും ഇമാം മുഹമ്മദ് ഇബ്നു ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്ത് പോയി വിദ്യാഭ്യാസം നുകരാനാണ് ഷാഫി ഇമാം ശ്രമിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, തന്നെ തൂക്കാൻ വിധിക്കുന്ന ഡേറ്റ് മാത്രം കാത്തിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അറിവ് പഠിക്കാനുള്ള മനസ്സുണ്ടാവുമോ, സമാധാനം ഉണ്ടാവുമോ? പക്ഷെ ഷാഫി ഇമാമിനൊരു കൂസലും ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ പോയി. ഇമാം മുഹമ്മദ് ഇബ്നു ഹസന്റെ കൂടെ ധാരാളം സമയം പഠിച്ചു. ഈ മുഹമ്മദ് ഇബ്നു ഹസൻ മനസ്സിലാക്കി ഷാഫി ഇമാം ആരാണെന്ന്. അദ്ദേഹത്തിന്റെ മുനാദറകളൊക്കെ കേട്ടപ്പോ നിരീക്ഷിക്കാൻ വന്ന ആളുകൾ മനസ്സിലാക്കി ഷാഫി ഇമാം ആരാണെന്ന്. അങ്ങനെ കാര്യം മനസ്സിലാക്കി ഹാറൂൺ റഷീദ് പിന്നെ വെറുതെ വിടുകയായിരുന്നു. തളർന്നില്ല എന്നതാണ് വിശേഷം. അത്ര വലിയ ധീരനായിരുന്നു മഹാനായിട്ടുള്ള ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ തവക്കുലിന്റെ ഉടമസ്ഥനുമായിരുന്നു. ഈജിപ്തിലേക്ക് പുറപ്പെടുന്ന സമയത്ത് മുത്തലിബി കുടുംബക്കാരനായ തന്റെ കുടുംബക്കാർക്കൊക്കെ ഷാഫി ഇമാമിനോട് വലിയ പരിഭവം ഉണ്ടായിരുന്നു. നീ അങ്ങനെ അങ്ങോട്ട് യമനുക്ക് പോയിക്കല്ലേ, നീ അങ്ങനെ വലിയ നാടുക്കും പോയിക്കല്ലേ, ഞങ്ങളൊക്കെ വിട്ടുപോയിരിക്കല്ലേ, ഞങ്ങളൊന്നും നിന്നെ സഹായിക്കൂല എന്ന് പറഞ്ഞ് എല്ലാവരും വഴിമാറി നിന്നിരുന്നു. അങ്ങനെ കടുത്ത ദാരിദ്ര്യമായിരുന്നു. ആ ഒരു സമയത്ത് ഈജിപ്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോ അബ്ദുൽ അസീസ് ഇബ്നു ഹക്കം എന്ന മുത്തലിബിയായ തന്റെ കുടുംബക്കാരൻ വന്നിട്ട് ഫ്രീ ആയിട്ടൊരു ഉപദേശം കൊടുത്തു. അല്ല, ഈജിപ്തിക്കൊക്കെ പോകല്ലേ, ഒരു കൊല്ലെങ്കിലും അവിടെ ജീവിക്കാനുള്ള സമ്പാദിച്ചു വേണം നീ ഇവിടുന്ന് പോകാൻ. പിന്നെ ഒരു കൊല്ലക്കായി നീ അവിടെ നിന്ന് ഒന്ന് സീറ്റൊക്കെ ഉറക്കുന്ന സമയത്ത് രാജാധികാരി നിന്നെ മനസ്സിലാക്കി നിനക്ക് നല്ല പദവിയൊക്കെ തരും, അങ്ങനെ നിനക്ക് നല്ല ഇസ്സത്തിലാകാൻ പറ്റും എന്ന് ഉപദേശിച്ച നേരത്ത് ഈ രാജാവ് തന്ന ഓശാരം കൊണ്ട് നിനക്ക് ഇസ്സത്തിലാകാൻ പറ്റും എന്ന് പറഞ്ഞത് ഷാഫി ഇമാമിന് തീരെ പിടിച്ചില്ല. കുടുംബക്കാരനോട് നല്ലൊരു ഡയലോഗാ കാച്ചിയത്. അതെ, ഞാൻ ആരാന്നറിയോ? എന്റെ ഉമ്മാനെ പറ്റി അറിയോ? ഫലസ്തീനിലെ ഗസയുടെ തീരത്ത്, ഫലസ്തീനിലെ ഗസയിലെ ഗസ നമ്മൾ വലിയ അക്രമങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ആ ഗസയിലെ കടൽ തീരത്ത് ദരിദ്രയായ ഒരു ഉമ്മാക്ക് പിറന്ന മോനാണ് ഞാൻ. അമ്മിഞ്ഞ കുടിക്കണ കാലത്ത് എന്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. അടുത്ത നേരം തിന്നാൻ എന്താ കിട്ടുക എന്നറിയാതെ വേവലാതിപ്പെട്ടിട്ടുണ്ട് ഞങ്ങള്. പക്ഷെ അന്ന് പോലും ഒരു രാത്രി പോലും ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല, പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. അള്ളയാണ് അന്ന് അന്നം തന്നത്. ഈ ഈജിപ്തിലും ആ പടച്ചോൻ തന്നെ ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം കൂടി, നമുക്ക് ഇസ്സത്ത് തരും രാജാവ് എന്നല്ല പറഞ്ഞത്, അള്ളാഹു ആണ് ഇസ്സത്ത് തരുന്നത്. അതിനുള്ള മാനദണ്ഡം തഖ്വയാണ്, അല്ലാതെ നീ മനസ്സിലാക്കിയ മാതിരി ഒന്നല്ല എന്ന് പറഞ്ഞ് അയാളോട് കണക്കറ്റ് സംസാരിക്കണ്ടായി. അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ ഒരു നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാണ്. എന്നാലോ ദാരിദ്ര്യം വല്ലാതെ പീഡിപ്പിച്ചിരുന്നുവെന്ന് ഈ ബൈത്തിൽ നമ്മൾ പറഞ്ഞല്ലോ. ബുൽഗത്തിനെ കുറിച്ചിട്ട് ഇസ്തിബാറും ബുൽഗത്തും വേണം വിദ്യാർത്ഥിക്ക്. പരിമിതമായതിലൊക്കെ ഒതുങ്ങിക്കൂടാനുള്ള ഒരു മനസ്സ് വേണമെന്ന്. അതും ഷാഫി ഇമാമിന് എമ്പാടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ടവര് പഠിക്കാൻ വേണ്ടിയിട്ട് യമനിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായിട്ടുള്ള ഒരു മിസ്അബ് എന്ന സഹോദരനാണ് യമനിലേക്ക്, നീ എന്റെ കൂടെ പോര്, അവിടെ പഠിക്കാൻ ഞാൻ ഏർപ്പാടുണ്ടാക്കി തരാം. അങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അങ്ങനെ യമനിലേക്ക് പോകുന്ന ആ ഒരു സന്ദർഭത്തില് കാശൊന്നും കയ്യിൽ കരുതാനില്ല. അപ്പോ അവിടത്തെ പ്രിയപ്പെട്ട മാതാവ്, ഏതൊരു മഹാമനുഷ്യന്റെയും പിന്നിൽ വലിയ ഒരു മാതാവിന്റെ കൈയുണ്ടാകും എന്ന് പറയുന്നത് ഷാഫി ഇമാമിന്റെ കാര്യത്തിൽ വളരെ അർത്ഥവത്താണ്. ഒന്നും കൊടുക്കാനില്ലാത്ത ആ മാതാവ് തന്റെ മകനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോ കൊടുക്കാൻ കയ്യിലൊന്നുമില്ലാത്ത കാരണത്താൽ സ്വന്തം വീട് പണയപ്പെടുത്തിയ കാശുമായിട്ടാണ് മകനെ പറഞ്ഞയക്കുന്നത്. ആകെ ഉണ്ടായിരുന്ന ഇരിക്കക്കൂര അത് പണയപ്പെടുത്തിയിട്ടാണ് മകനെ യമനിലേക്ക് പറഞ്ഞയക്കുന്നത്. എങ്ങനെയാണ് ഷാഫി ഇമാമിനെ നമ്മൾ ഈ കാണുന്ന മാതിരി ഇന്നലെ ഒരുപാട് മുത്താലിമീങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ആഴ്ചക്ക് ഒരു ദിവസം നാട്ടിൽ പോയില്ലെങ്കിൽ വലിയ വിഷമ, മാസത്തിലെങ്കിലും പോയില്ലെങ്കിൽ അതിലേറെ വിഷമ. വർഷങ്ങളോളമാണ് ഇമാമുന ഷാഫി മാതാവിനെ കാണാതെ, ഒറ്റക്ക് പാർക്കുന്ന മാതാവിനെ കാണാതെ യമനിലൊക്കെ പാർക്കുന്നത്, ഇറാഖിൽ ബഗ്ദാദിലൊക്കെ പാർക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാലോ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ബഗ്ദാദിലൊക്കെ പോയി വലിയ അംഗീകാരങ്ങളൊക്കെ കിട്ടി, എമ്പാടും കാശുമായിട്ട് വന്നു പാർക്കുന്നത്. എല്ലാവർക്കും അവിടെ അറിയാം ഷാഫി ഇമാമിന്റെ പാണ്ഡിത്യമൊക്കെ ആകെ പ്രചരിച്ചിരിക്കുന്നു. എല്ലാവരും മാലയിട്ട് സ്വീകരിച്ച് ആനയിച്ചപ്പോ
എമ്പാടും കയ്യിൽ കാശുണ്ട് എന്ന് മാതാവിന് മനസ്സിലായപ്പോ മാതാവ് ഷാഫി ഇമാമിനെ സ്വീകരിക്കാൻ വന്നില്ല. നിന്റെ കയ്യിലുള്ള കാശ് മുഴുവനും അവിടെ ചെലവാക്കിയിട്ട് വന്നാ മതി എന്നാ പറഞ്ഞത്. അപ്പൊ പറയണേ, എനിക്ക് കാശൊന്നും വേണ്ട, ഉമ്മ വീടൊക്കെ പണയപ്പെടുത്തിയിട്ടൊക്കെ എന്നെ പറഞ്ഞയച്ചിരുന്നത്, ഉമ്മാക്ക് വല്ലതായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഷാഫി ഇമാമിന്റെ ഉമ്മ എന്നാ പറഞ്ഞത്, ആ കാശൊന്നും എനിക്ക് വേണ്ട, അതൊക്കെ അവിടെ ചെലവാക്കിയിട്ട് നീ വന്നാ മതിയെന്ന്. അങ്ങനെ ഒരു മാതാവായിരുന്നു ഷാഫി ഇമാമിനെ വളർത്തിക്കൊണ്ടുവന്ന മാതാവ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അങ്ങേയറ്റത്തെ വലിയ പരിഷ്കർത്താവ് കൂടിയായിരുന്നു. പറഞ്ഞല്ലോ, നാട്ടിലെ ആളുകളെ മുഴുവനും സമ്മേളിച്ചുകൊണ്ട് നീതി നിഷേധിക്കപ്പെട്ടവരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് മുഴുവനും നീതി വാങ്ങിക്കൊടുത്ത് ഭരണകൂടത്തെ ഇളക്കിയ ഒരു മഹാപരിഷ്കർത്താവും വിപ്ലവകാരിയുമായിരുന്നു ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി. ഷാഫി ഇമാം ചോദിക്കുന്നുണ്ട്, എന്താ ചോദിക്കുന്നത്? എല്ലാ കാലത്തെയും പണ്ഡിത ലോകത്തിലോടാണ് ആ ചോദ്യം. ഷാഫി ഇമാമിന്റെ ആ ഒരു ചോദ്യം എല്ലാ കാലത്തെയും പണ്ഡിതകുലത്തിനോടാണ്. എന്താ ചോദിക്കുന്നത്? നമ്മളിങ്ങനെ കുറെ ആൾക്കാര് നമ്മളുടെ പണിയെടുക്കാത്തത് കൊണ്ട് കാലഘട്ടം മോശമായി എന്ന് പറഞ്ഞു നടക്കുകയാണല്ലോ. ഷാഫി ഇമാം അങ്ങനെ ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ, അവരിപ്പോ അത്രയൊക്കെയല്ലേ ചെയ്യുള്ളൂ, അത് ഈ കാലക്കത്ര അതല്ലേ ഇപ്പൊ അവസ്ഥ എന്ന് പറയുന്നുണ്ടല്ലോ. ആ പറയുന്ന ആളുകളോട് ഷാഫി ഇമാം പറയാണ്, നഈബു സമാനന, നമ്മളെ കാലത്തെ കുറ്റം പറഞ്ഞു നടക്കുകയാണ്. എന്നാ കാലത്തിനൊരു കുഴപ്പമില്ലട്ടോ കൂട്ടരെ, തകരാറ് ആർക്കാ പറ്റിയിരിക്കുന്നത്? എനിക്കും നിങ്ങൾക്കൊക്കെയാണ്. ഷാഫി ഇമാം എങ്ങനെ പറഞ്ഞത്? നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. നമ്മൾ കാലത്തെ കുറ്റം പറയുന്നു, കാലത്തിനൊരു തകരാറും പറ്റിയിട്ടില്ല. എന്തെങ്കിലും തകരാറ് നമ്മുടെ കാലത്തിനുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ്, നമ്മളാണ് ഈ കാലത്ത് പാർക്കുന്നത് എന്ന തകരാറ് മാത്രമാണ്. നമ്മളെ പണിയെടുത്തില്ല, അതുകൊണ്ടാ കാലം മോശമായത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരാൻ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ മഹ്ദി ഇമാമിനെ പറഞ്ഞേക്കും. എല്ലാം നാശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരാൻ മഹ്ദി ഇമാമിനെ പറഞ്ഞേക്കും. അതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര മോശമായാലും, ജനങ്ങൾ എത്ര മോശമായാലും അവരെ പരിഷ്കരിച്ചു കൊണ്ടുവരാൻ ഒരു വിപ്ലവകാരി ഇറങ്ങി പുറപ്പെട്ടാൽ ഈ രാജ്യത്തെ, ഇവിടുത്തെ നാട്ടുകാരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലേ? മഹ്ദി ഇമാം ഖിയാമത്തിനോട് അടുത്ത കാലത്ത് വന്നിട്ട് ലോകം മുഴുവനും ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥ ഒരു വ്യക്തിയിലൂടെ അള്ളാഹു ഉണ്ടാക്കുമെങ്കിൽ എല്ലാ കാലത്തും ദീനിലേക്ക് ആളെ കൊണ്ടുവരാൻ വ്യക്തികൾ ശ്രമിച്ചാൽ സാധിക്കുമെന്നതിന്റെ നിദർശനമായിട്ടാണത്. അതുകൊണ്ടാണ് ഷാഫി ഇമാം പറയുന്നത്, നിങ്ങൾ കാലത്തെ കുറ്റം പറയണ്ട, കുഴപ്പം നമ്മളുടേതാണ്, നമ്മളാണ് ഈ കാലത്തുള്ളത് എന്ന കുഴപ്പേ കാലത്തിന് പറ്റിയിട്ടുള്ളൂ എന്ന്. അപ്പോ എല്ലാ കാലത്തെയും പണ്ഡിതന്മാർ തങ്ങളുടെ ധർമ്മം നിർവഹിക്കാതെ പോകുന്നു എന്ന് ലക്ഷണശാസ്ത്ര വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഷാഫി ഇമാം പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. ആ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇമാമിന് നല്ല ലക്ഷണശാസ്ത്രം അറിയാമായിരുന്നു. ഒരാളെങ്ങനെ കണ്ടാ മാർക്കിടാൻ ഇതിനൊന്നും ഇരിക്കാനൊന്നുമില്ലായിരുന്നു. അതിനെ തുടർന്ന് വലിയ കൗതുകങ്ങളും രസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഫിറാസത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പണ്ഡിതന്മാരുടെ ഫിറാസത്തിനെ നിങ്ങൾ പേടിക്കണം. പറഞ്ഞിട്ടും എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസും തെളിയുമ്പോ ഞങ്ങളോട് പോയിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ആ കണ്ണിന് തകരാറുള്ള കറുത്ത ഒരു അടിമയെ കാണാതായിരിക്കണോ എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്തം വിട്ടു. എന്താ ഇത്? ഏതോ ഒരു അപരിചിതനായ മനുഷ്യൻ വന്നപ്പോ അയാളോട് ഇത് ചോദിക്കാൻ പറയാം. അപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ റബിയ എന്ന ഒരുത്തണ്ടായിരുന്നു. അദ്ദേഹം പോയിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ ഒരു കറുത്ത അടിമ, കണ്ണിനെന്തോ തകരാറുള്ള ഒരു കറുത്ത അടിമ എന്നെ കാണാതായിരിക്കണോ എന്ന് ചോദിച്ചു. അപ്പോ ആരെ നിങ്ങളോട് ആ വിഷയം പറഞ്ഞു വെച്ചു, ഇതാ ഇരിക്കണ ആളാണെന്ന് പറഞ്ഞു. ഉടനെ ഓടി വന്നു ഇങ്ങോട്ട്, എവിടെയാണ് എന്റെ അടിമുള്ളത്, എനിക്ക് കാണാതായിരിക്കണല്ലോ, നിങ്ങൾക്ക് അറിയിച്ചു, നീ ജയിലിൽ പോയി നോക്കിയാൽ മതി, അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, അല്ലെ എന്താ ഇത് കഥ? അപരിചിതനായ ഒരാളോട് ഇങ്ങനെ നിങ്ങൾ പറയും, നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി? അതാണ് ഫിറാസത്ത്. ഷാഫി ഇമാം പറഞ്ഞെന്താണെന്നറിയോ? ഞാനത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഷാഫി ഇമാം വളരെ നിരീക്ഷകൻ, അന്നത്തെ ഒരു സൈക്കോളജിസ്റ്റ് കൂടി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ആളുടെ കെട്ടും മട്ടും ഭാവും അന്വേഷണം എല്ലാം കൂടി കണ്ടിട്ട് മനസ്സിലാക്കിയതാണ്. ഷാഫി ഇമാം വിശദീകരിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്. അയാള് കടന്നു വന്നിട്ട് പള്ളിയിൽ ഉറങ്ങുന്ന ആളുകളെ വല്ലാതെ അന്വേഷിക്കുന്നത് കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ആരെയോ ഒരാളെ തെരഞ്ഞു നോക്കുകയാണെന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോ ആ കൂട്ടത്തിൽ വെളുത്ത ആൾക്കാരും ഉണ്ടാവാറുണ്ട്. വെളുത്ത ആൾക്കാരെ മൂപ്പർ മൈൻഡ് ചെയ്യണേയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി കറുത്ത ആളെയാണ് നോക്കണമെന്നുള്ളത്.
എന്ന് മാത്രമല്ല, നോക്കുമ്പോ തന്നെ ഇടത്തെ കണ്ണിന്റെ ഭാഗത്ത് വല്ലാതെ നോക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായി കണ്ണുമുള്ളൊരു അടയാളം എന്തോ ഒരു കണ്ണിന് നോർമലാണ് കണ്ണ് എങ്കിൽ പ്രത്യേകം നോക്കൂല. എന്തെങ്കിലും അടയാളം ഉണ്ടെങ്കിൽ അവന് ജയിലിലുണ്ടാവും ഞാൻ വിചാരിക്കും. രണ്ടാലൊന്നും ഓനും ചെയ്തിരിക്കും, അവിടെ ജയിലിലുണ്ടാവും. ഇതാ ഇങ്ങനെ അതിനെ നിരീക്ഷിച്ചു പറയാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം അവർക്കുണ്ടായിരുന്നു. ഈ ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ എഴുതുന്ന നമ്മൾ കുട്ടികൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. എന്റെ സമയം കഴിഞ്ഞാൽ ആ വിഷയത്തിൽ കിടക്കണില്ല, അത് പോട്ടെ. നല്ല രസമുള്ളൊരു സംഭവമാണ്. ഇതേമാതിരി അയാൾ ഒരു നിരീക്ഷിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അതൊരു തമാശയായിരുന്നു. എന്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് കിടക്കുന്നില്ല, സമയം അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു ആണ് ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഈ ഫിറാസത്തിന്റെ കൗതുകമുള്ള ഒരു കാര്യം പങ്കുവെക്കുന്നുണ്ട്. ഞങ്ങള് യമനിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഞാൻ യമനിൽ നിന്നാണ് ഫിറാസത്തൊക്കെ പഠിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ യമനികളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഫിറാസത്തിന്റെ വലിയ ഗ്രന്ഥശേഖരവുമായിട്ട് എഴുതി ചേർത്ത ഗ്രന്ഥശേഖരം ചുമന്നുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. യാത്രക്ക് രാത്രിയായ സമയത്ത് വഴിയിലൊരു വീട് കണ്ടു. ആ വീടിന്റെ മുറ്റത്തൊരു മനുഷ്യൻ ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്നത് കണ്ടു. ആ ആളെ മുഖം കണ്ടപ്പോ ഞാൻ പഠിച്ച ഫിറാസത്തനുസരിച്ച് വളരെ ദുഷ്ടനായ ഒരു മനുഷ്യനാണ് അയാള്. കണ്ണൊക്കെ ഒരു വല്ലാത്ത ഒരു നിറം, നെറ്റിങ്ങനെ ചുളിഞ്ഞു മടങ്ങിയിട്ട് ആളെ കണ്ടപ്പോ എനിക്ക് തോന്നി ഇയാളൊരു ദുഷ്ടനാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് അയാള് വളരെ താല്പര്യപൂർവ്വം, നിങ്ങൾക്ക് എന്റെ വീട്ടിൽ താമസിക്കാമല്ലോ, എല്ലാ സൗകര്യം ഞാൻ ചെയ്തുതരാമല്ലോ, നിങ്ങൾക്ക് സ്വാഗതം, മർഹബ, അഹ്ലൻ വസഹ്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സ്വീകരിച്ചു. എന്റെ ഇൽമുൽ ഫിറാസത്ത് മുഴുവൻ അവിടെ തകർന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അദ്ദേഹം വിരിപ്പൊക്കെ വിരിച്ച് റൂമൊക്കെ ഒരുക്കി തന്ന് ഞങ്ങൾക്ക് സുഗന്ധം തന്നു, ഞങ്ങൾക്ക് അന്നം തന്നു. മാത്രല്ല എന്റെ ഒട്ടകത്തിന് തിന്നാൻ അദ്ദേഹം പുല്ലും കൊണ്ടുവന്നിട്ടെടുത്തു. ഇത്ര ആദിത്യ മര്യാദയോടുകൂടി ഞങ്ങളെ സ്വീകരിക്കുന്ന ഈ മനുഷ്യൻ ഞാൻ രാത്രി വെച്ചു. നാളെ ഞാൻ ശേഖരിച്ച എല്ലാ വിവരങ്ങളും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. ഇതൊരു ശരിയാണെന്ന് നിങ്ങൾ അതിന്റെ അടുന്നു ദീത്തു വന്ന് ഇപ്പോഴവിടെ ദീത്തിൽ വന്നിട്ടായിട്ട് എന്റെ ലേഖനം നിങ്ങൾ എന്നൊക്കെ വളരെ മര്യാദയിൽ പറഞ്ഞപ്പോ അദ്ദേഹം ഒരൊറ്റ ചോദ്യം, എടാ എന്റെ വാപ്പാന്റെ അടിമയാണ് ഞാനെന്ന് ഇതിനെ പറ്റി വിചാരിച്ചിക്കണോ? എന്താ വിചാരിച്ച എന്റെ വാപ്പാന്റെ അടിമ ഞാനെന്ന് വിചാരിച്ചോ? ഇമാം ഷാഫി ആകെ അന്തം വിട്ടോയി. എന്തേപ്പത്, എന്താ ഇങ്ങനെ ചോദിക്കണത്? ഇജ് ഇന്നലെ ഇവിടെ നിന്ന് മൂർക്കറ്റ് തിന്നില്ലേ? കായ് കൊണ്ടാ, പൈസ കൊണ്ടാ, പൈസ. എന്റെ ഒട്ടകത്തിന് ഞാൻ പുല്ലെടുത്തില്ലേ, 2 ദിർഹം അതിന് വേണം. നിനക്ക് ഞാൻ കറി തന്നില്ലേ, അതിനും വേണം 2 ദിർഹം. നിനക്ക് ഞാൻ അന്നം തന്നില്ലേ, അതിന് വേറെ 2 ദിർഹം വേണം. നിനക്ക് ഞാൻ പുതപ്പും വിരിപ്പും തന്നില്ലേ, അതിനും വേണം 2 ദിർഹം. അത്ര തന്നില്ലേ, അതിന് 3 ദിർഹം വേണം. കായ് ഇങ്ങോട്ട് എടുക്ക്, എന്റെ കളി എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്റെ ഫിറാസത്തിന്റെ ഗ്രന്ഥങ്ങളൊന്ന് കൂട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കരിക്കാൻ വിചാരിച്ചിരുന്നതായിരുന്നു, പക്ഷെ ഇത് ശരിയാണെന്ന് എനിക്ക് അതോടുകൂടിയിട്ട് മനസ്സിലായി എന്ന്. അങ്ങനെ വളരെ കൗതുകങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളും മഹാനായ ഇമാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ഈ ക്യാമ്പസിൽ ഇന്ന് അസ്റിന്റെ ശേഷം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ മഹത്തായ ഒരു കർമ്മം നടക്കാൻ പോവുകയാണ്. സ്ഥാപനത്തിന്റെ സമർപ്പണം നടക്കാൻ പോവുകയാണ്. ഇവിടെ ഈ വർഷം മുതൽ വാഫി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വാഫി കോഴ്സ് ഇവിടത്തെ വിദ്യാർത്ഥികൾക്ക്, പുതിയ വിദ്യാർത്ഥികൾക്ക്, 1ാം ക്ലാസ്സിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അവരുകളൊക്കെ വരും. അവരതിനെക്കുറിച്ച് സമയം വൈകി ശേഷം മറ്റ് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ നന്മയോട് ചേർത്ത് വെക്കട്ടെ. ഷാഫി ഇമാമിന്റെ ഇൽമിനെ വേണ്ട വിധം ഉൾക്കൊള്ളാനുള്ള ബർക്കത്തും റഹ്മത്തും തന്ന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള അഖലും ഓർമ്മയും തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അവസരം തന്നതിനും വളരെ ശ്രദ്ധയോടുകൂടി കൊച്ചുമക്കളടക്കം കേട്ടിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വിനീതമായ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നിച്ച് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. നമ്മുടെ വിഷയം തീർന്നിട്ടില്ല.
ബഹുമാനപ്പെട്ട അൻവർ അലി ഹുദവി, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ 5 മണിയാകുമ്പോൾ ഇവിടെ എത്തും. വളരെ രസമായ ശൈലിയിൽ ബഹുമാനപ്പെട്ട വാഫി ഉസ്താദ് അവർകൾ നല്ല രീതിയിൽ നമുക്ക് ഇമാമിനെ മനസ്സിലാക്കാനുള്ള കുറെ പോയിന്റുകൾ തന്നിരിക്കുകയാണ്. അത് ശേഖരിക്കുക, നാം മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് വളരെ വലിയ നന്ദി അർപ്പിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തോടുള്ള ആ കടപ്പാടുകൾ ഉണർത്തുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അദ്ദേഹത്തിന്റെ സംസാരം പൊതുസമ്മേളനത്തിൽ കേൾക്കുകയും ചെയ്യാം. ബഹുമാനപ്പെട്ട അൻവർ അലി ഹുദവി ഉസ്താദ് അവർകളെ ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ലോകരക്ഷ മാറ്റി നിർത്തിയാലും മഹാനവറുകളോട് മുസ്ലിം സമുദായത്തിന് തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മശാസ്ത്രപരമായ ഓരോ പ്രവർത്തനങ്ങളും നമ്മിലേക്ക് എത്തിച്ചു തന്നത്, അങ്ങനെ എത്തിച്ചു തരാൻ വേണ്ടി കഷ്ടപ്പെട്ടത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് നമ്മുടെ ചരിത്രം തന്നെ സാക്ഷിയാണ്. നേരത്തെ ഇവിടെ സംസാരിച്ച പണ്ഡിതന്മാരെല്ലാവരും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അനുഭവിച്ച യാതനകളും വേദനകളും ദാരിദ്ര്യവും വിഷമതകളും എല്ലാം നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞതിനാൽ അതിലേക്കൊന്നും കടക്കാതെ കേവലമൊന്ന് വിരൽ ചൂണ്ടുക മാത്രം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദ്യമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ തജ്ദീദിനെ കുറിച്ചാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയും വേണം. ഒരു 100 വർഷം കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തെ സമുദ്ധരിക്കാനും പരിഷ്കരിക്കാനും അവരെ നവോത്ഥാനത്തിന്റെ രാജപാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവാനും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും മഹാനും സമുന്നതനുമായ ഒരു പണ്ഡിതനെ, ഒരു നേതാവിനെ, സൂഫി ലോക റളിയല്ലാഹു അൻഹു പോലെ തന്നെ മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു വളരെ പ്രധാനമായി നമ്മോട് റിവായത്ത് ചെയ്തു തന്ന അബൂ ഹുറൈറ റസൂൽ ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅതി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ അംറതി സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ, അവരെ രക്ഷപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഹാരക്ഷകനെ നിയോഗിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നതായി നമുക്കറിയാം. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ 4ാമത്തെ മദ്ഹബിന്റെ ഇമാമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനുമാണ്. ലോകം അംഗീകരിച്ച വലിയ പണ്ഡിതനുമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം കടന്നു വന്ന പറയുന്നു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്ന ഓരോ നൂറ്റാണ്ടിലും കടന്നു വരാൻ ിരിക്കുന്ന മുജദ്ദിദ് 1ാമത്തെ നൂറ്റാണ്ടിന്റെ മഹാൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. 2ാമത്തെ നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് അത് മഹാനായ എന്റെ ഉസ്താദായ ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്ന മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം. മഹാനവറുകൾ പറയുകയാണ്, ഫകാന ഉമർ
ഒന്നാമത്തെ നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ കഴിവും സിദ്ധിയും ആത്മീയമായ ജ്യോതിസും നൽകിക്കൊണ്ട് പറഞ്ഞയച്ചിരിക്കുന്നത് മഹാനായ ഉമവി ഖലീഫയായിരുന്ന സൂഫി വര്യനായിരുന്ന രണ്ടാം ഉമറായിരുന്ന അഞ്ചാം ഖലീഫയായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുനെയാണ്. വഅർജു അൻ യകൂന ശാഫിഈ റളിയല്ലാഹു അൻഹു അലാ റഅസിൽ മിഅത്തിൽ ഉഖ്റ. രണ്ടാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചിരിക്കുന്നത് എന്റെ ഗുരുവര്യരായ ലോകത്തിന്റെ ഗുരുനാഥനായ ഉമ്മത്തിന്റെ ഖിബലയായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുനെയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് സയ്യിദുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹബീബായ റസൂൽ വസാതങ്ങളിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തആല യുഖയ്യിദു ഫീ റഅസി കുല്ലി മിഅതി സനത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ 100 വർഷം കഴിയുമ്പോഴും പ്രത്യേകമായി ലോകത്തേക്ക് പറഞ്ഞയക്കുകയാണ് റജുലൻ, ഒരു മഹാപുരുഷ ഒരു യുഗപുരുഷനെ, ഒരു ചരിത്ര പുരുഷനെ വെച്ചിരിക്കുകയാണ്. ആ മനുഷ്യ ഒരു ചെയ്യുന്ന അദ്ദേഹം ഈ സമൂഹത്തിൽ നടക്കുന്ന ചരിത്രപരമായ കർമ്മം ജനങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവാതെ ജനങ്ങളെല്ലാം അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തി പോകുമ്പോൾ ജനങ്ങൾക്ക് പരിശുദ്ധമായ ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, പരിശുദ്ധമായ ഇസ്ലാം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നൂറ്റാണ്ടിലും ഒരു ചരിത്ര പുരുഷനെ അയക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. അഹ്മദ് ഇബ്നു ഹുസൈൻ എന്ന് പറയുന്ന ബഹുവന്യരായ പണ്ഡിതർ പറയുന്നു, സമീഅതു അസ്ഹാബനാ യഖൂലു, ഞങ്ങളുടെ കൂട്ടുകാരായ മഹാപണ്ഡിതന്മാർ പറയുന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കാന ഫിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി, പരിഷ്കർത്താവായി, നവോത്ഥാന നായകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചിരിക്കുന്നത്, നിയോഗിച്ച് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. വഫിൽ മിഅതി സാനിയതി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചിരിക്കുന്നത് മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയാണ് എന്ന് മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഹുസൈൻ എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നതായി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ ബിദായത്തു വൻ നിഹായ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥത്തിന്റെ 10ാം വാള്യം 283-ാമത്തെ പേജിൽ നമ്മോട് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ മനാഖിബ് ശാഫിഈ എന്ന് പറയുന്ന വിശ്വവിശ്രുതമായ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, വഖദ് സന്നഫ ജമാഅത്തു മിൻ അഹ്ലിൽ ഇൽമി ഫീ ഫളാഇൽ ശാഫിഈ റളിയല്ലാഹു അൻഹു വ മനാഖിബിഹി. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മദ്ഹ് പറയാൻ വേണ്ടി മാത്രം മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ വിവിധ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. കുതുബൻ മുസ്തമിലതൻ അലാ ദിക്രി മാ നുഖില ഇലൈഹി മിൻ അഹ്വാലിഹിൽ ജമീല വ അഫ്ആലിഹിൽ മഹ്മൂദ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ധന്യമായ ജീവിതത്തെക്കുറിച്ച്, മഹാനവറുകളുടെ പരിശുദ്ധമായ ദീനീ ദഅവത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി, അതിനെക്കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടി ലോകത്ത് കഴിഞ്ഞുപോയ മഹാപണ്ഡിതന്മാർ പോലും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറയുന്നു. വഫീമൻ യുബഅസു ലിഹാദിഹിൽ ഉമ്മത്തി ലിതഖരീരി ദീനിഹാ വതജ്ദീദിഹി ഫിശ്ശാഫിഈ ബിൽ ഇസാബത്തി വല്ലാഹു അലം. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറയുന്നു, പരിശുദ്ധമായ ദീന്, നേരത്തെ ഇവിടെ വാഫി ഉസ്താദ് പറഞ്ഞതുപോലെ, പരിശുദ്ധമായ ദീന് നാഥനില്ലാത്ത നൗകയെപ്പോലെ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുമ്പോ, പ്രതിസന്ധികളിൽപ്പെട്ട് ആടിയുലഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിനെ അള്ളാഹുവിന്റെ സബദത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നായകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം മഹാപണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ ഈ വാക്കുമായി കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മദ്ഹ് പറയാൻ വേണ്ടി മാത്രം 40ഓളം ഗ്രന്ഥങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ചരിത്രത്തിൽ എഴുതിവെച്ചതായി നമുക്ക് കാണാൻ കഴിയും. അത്രയും വലിയ ബുദ്ധിശക്തിയുടെയും അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെയും അറിവിന്റെയും കഴിവിന്റെയും ഉടമയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകനായി, പരിഷ്കർത്താവായി, പ്രത്യേകമായി അള്ളാഹുവിന്റെ തയ്യാറെടുപ്പോടുകൂടി അള്ളാഹു പറഞ്ഞയച്ചതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ എന്ന് നമുക്ക് ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന്, മഹാന്മാരുടെ ഉദ്ധരണികളിൽ നിന്ന്, ചരിത്ര സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച തജ്ദീദുകൾ 4 രീതിയിലാണെന്ന് നമുക്ക് അപഗ്രഥിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒന്നാമതായി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന
തജ്ദീദിയായ പ്രവർത്തനം ലോകത്ത് അത്രയും കാലം പ്രചാരത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉസൂലുകളിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു പ്രത്യേകമായ കൃത്യമായ യുക്തിഭദ്രമായ വസ്തുനിഷ്ഠമായ ഒരു ഉസൂൽ പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സമർപ്പിക്കുകയുണ്ടായി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്ദേഹം മഹാനവറുകൾ കർമ്മഗോദയിലേക്ക് ഇറങ്ങിയ സമയത്ത് അറേബ്യൻ ലോകത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന രണ്ട് ഉസൂലുകളായിരുന്നു മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഉസൂലും അതുപോലെ തന്നെ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസൂലും. ഈ രണ്ട് ഉസൂലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനേക്കാളേറെ വസ്തുനിഷ്ഠമായ ഇതിനേക്കാളേറെ തെളിവുകളുടെ അടിസ്ഥാനമുള്ള ഒരു പ്രത്യേകമായ ഉസൂൽ മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു സമർപ്പിക്കുകയാണ്. അത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ പ്രത്യേകമായി പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കർണാടക മന്ത്രി UT ഖാദർ സാഹിബ് അവർക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ. ഷാഫിഈ റളിയല്ലാഹു അൻഹു സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച തജ്ദീദിയായ പ്രവർത്തനങ്ങളിലെ ഏറ്റവും ഒന്നാമത്തത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസൂലുകളിൽ നിന്ന് വ്യത്യസ്തമായി അതിനേക്കാളേറെ സമഗ്രമായ ഒരു ഉസൂൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്തിന് സമർപ്പിക്കുകയാണ്. ഒരിക്കൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ കടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനോട് ചോദിച്ചു, ഈജിപ്തിലുള്ള ജനങ്ങളുടെ കർമ്മശാസ്ത്രപരമായ നിലവാരം എന്താണ്? അപ്പോൾ ആ പണ്ഡിതൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉസ്താദേ, ഇവിടെയുള്ള ആളുകളെല്ലാവരും ഒന്നുകിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഉസൂൽ സ്വീകരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസൂൽ സ്വീകരിക്കുന്നവരാണ്. ഈ സമയത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഞാൻ ഈജിപ്തുകാർക്ക് പ്രത്യേകമായ ഒരു പുതിയ ഉസൂൽ, ഒരു മൂന്നാമത്തെ ഉസൂൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. എന്റെ ഉസൂൽ പഠിച്ചതിന് ശേഷം ഒരിക്കലും അവർക്ക് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെയോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെയോ ഉസൂലിനെ ഒരിക്കലും അവർക്ക് അവലംബിക്കാൻ ആവശ്യമില്ലാത്ത വിധം വളരെയധികം സമഗ്രമായ ഒരു ഉസൂൽ അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ പോവുകയാണെന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസൂലുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഇറാഖിലാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായ ഹദീസുകളോ അല്ലെങ്കിൽ കാര്യമായ പ്രമാണങ്ങളോ ലഭിക്കാത്തതിനാൽ അവരെല്ലാവരും അഹ്ലുർ റഅയ് ആയിരുന്നു. സ്വന്തമായ ഇജ്തിഹാദ് പ്രകാരം കർമ്മശക്തി അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഒരുപാട് ഹദീസുകൾ ലഭിച്ചിരുന്നു. മഹാനവറുകൾ ഇമാമു ദാരിൽ ഹിജ്റ, മദീനയുടെ ഇമാം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിച്ച ഹദീസുകളിൽ മദീനയിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിന് വിരുദ്ധമായ വല്ല ഹദീസുകളും ഉണ്ടെങ്കിൽ മഹാനവറുകൾ ആ ഹദീസിനെ തന്നെ ഒഴിവാക്കുമായിരുന്നു. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ രണ്ട് വിഷയത്തിൽ, ഈ രണ്ട് പോരായ്മകളിൽ നിന്നും എത്രയോ ഉന്നതിയിലായിരുന്നു. മഹാനവറുകളുടെ ഉസൂല് ചരിത്രത്തിലെ ഏറ്റവും നല്ല ഉസൂലായി ജനങ്ങൾ